കർത്താവിനെ ആരാധിക്കുന്ന ഏതൊരു സ്ഥലത്തിനും ഏറ്റവും യോജ്യമായ ഒരു പേരാണ് ജെറുസലേം. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുള്ളത് 122 സങ്കീർത്തനം എടുക്കാവോ? നമ്മുടെ ബൈബിളിൽ POC ബൈബിളിൽ 122 സങ്കീർത്തനത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ജെറുസലേമിന് നന്മ വരട്ടെ. നേറ്റ് പറഞ്ഞേ, ജെറുസലേമിന് നന്മ വരട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഈ ആലയത്തിൽ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ ഒരു വലിയ ഒരു കൺവെൻഷൻ പന്തൽ കർത്താവ് ഒരുക്കി തന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് വൈദികരെയും സന്യസ്തരെയും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഒരുപാട് ദൈവമനുഷ്യരെയും കർത്താവ് ഒരുക്കി തന്നു. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒറ്റ പ്രാർത്ഥനയാണ് ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ജെറുസലേമിന് നന്മ വരട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് ബ്ലെസ് ചെയ്യുന്നത് പോലെ ഈ ആലയത്തെയും ഈ കൺവെൻഷൻ ദിവസങ്ങളൊക്കെ ഇവിടെ വരുന്നവർ, ഓൺലൈനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇവിടെ ഈ ആലയത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹിക്കുകയാണ്. ഉറക്കെ ജെറുസലേമിന് നന്മ വരട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. 122 സങ്കീർത്തനം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അതൊരു ധ്യാന കേന്ദ്രത്തിലേക്ക് മാത്രമല്ല, ദൈവാരാധന നടക്കുന്ന, വിശുദ്ധ ബലിയർപ്പണം നടക്കുന്ന ഏതൊരു സ്ഥലത്തേക്കും, നിങ്ങളുടെ ഇടവക ദേവാലയത്തിലേക്ക്, നിങ്ങളുടെ അടുത്തുള്ളൊരു ആശ്രമ ദേവാലയത്തിലേക്ക്, തിരുവാരാധന നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളോട് ആരെങ്കിലും പോകാൻ പറയുന്ന സമയത്ത് ഉള്ളിൽ വരേണ്ട വലിയൊരു കാര്യമാണ് ഒരു സന്തോഷം, വലിയൊരു ആനന്ദം. ആനന്ദം എന്തുകൊണ്ടാണ്? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? കർത്താവിൻ്റെ ആലയത്തിലേക്ക്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ്: ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിങ്കൽ എത്തിയിരിക്കുന്നു. നമ്മളത് കൃത്യമായിട്ട് അനുഭവിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിങ്കൽ എത്തിയിരിക്കുന്നു. കവാടത്തിങ്കൽ മാത്രമല്ല, ഉള്ളിലേക്ക് പ്രവേശിച്ച് ഈശോയുടെ സ്നേഹം, വചനത്തിന്റെ അഭിഷേകം, കർത്താവിന്റെ മഹത്വം ഏറ്റവും അടുത്ത് അറിയാൻ പോകുന്ന മണിക്കൂറുകളാണ്. പലതിലോടത്ത് ഈ ശക്തിയോട് പറയുന്നു ഹല്ലേലൂയ. വലിയൊരു ബോധ്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ട ഒരു വലിയ കാര്യം അച്ഛൻ തുടക്കത്തിൽ തന്നെ പറയാണ്: കർത്താവിൻ്റെ മഹത്വം. അതാണ് ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ തുടക്ക മണിക്കൂറുകളിൽ, നാളെ മറ്റന്നാളൊക്കെ വചന ശുശ്രൂഷ ആരാധനയൊക്കെ നടക്കും. എല്ലാ ആരാധനയുടെയും വചനത്തിൻ്റെയും ലക്ഷ്യം ഇതാണ്: കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ ജനം അറിയണം, കാണണം. അത് ആകാശങ്ങൾക്കപ്പുറം എവിടെയോ, മേഘങ്ങൾക്കപ്പുറം എവിടെയോ ഒളിച്ചിരിക്കുന്ന ഒരു ദൈവസാന്നിധ്യമല്ല. പണ്ട് ജെറുസലേം ദേവാലയത്തിൽ ഇറങ്ങിയെന്ന ദൈവസാന്നിധ്യമല്ല. എവിടെയോ ദൂരദേശങ്ങളിൽ അത്ഭുതം നടക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുന്നതല്ല. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സ്ഥലത്ത്, ഈ സമയത്ത് എൻ്റെ രാജാവിൻ്റെ, എൻ്റെ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങണം. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരുന്ന ആ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ നിന്റെ കവാടത്തിങ്കൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. മറ്റൊരു കൺവെൻഷന്റെ തുടക്ക മണിക്കൂറുകളിൽ കർത്താവ് നമ്മളെ എത്തിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 122 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്: നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം, അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു. കർത്താവിൻ്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ അവർ വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റൊരു കൺവെൻഷൻ, മറ്റൊരു ധ്യാനം പോലെ ഇത് കൂടി അവസാനിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ ഈ കൺവെൻഷൻ്റെ വലിയൊരു ലക്ഷ്യമായിട്ട്, വ്യക്തിപരമായിട്ട്, കുടുംബമായിട്ട്, ഒരു കൂട്ടായ്മയായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ഈ കൺവെൻഷൻ, ഈ 30-ാമത്തെ കൺവെൻഷൻ നമ്മൾ വന്നിരിക്കുന്നത് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കാനാണ്, നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നന്ദി പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഉണ്ടോ? ഒരു 10 കാരണങ്ങളൊക്കെ ഉള്ളവരെന്ന് കയർത്തിക്ക്. പോരല്ലേ? 10 പോരാ. നന്ദി പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹം. നമ്മൾ ഇന്നിപ്പോ ഈ ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. അറിയില്ല 31-ാം കൺവെൻഷൻ നമുക്ക് കൂടാൻ പറ്റുമോ? അറിയാമോ? ഇല്ല. 29 എണ്ണത്തിൽ നമ്മൾ കൂടിയിട്ടുണ്ടാവില്ല. ഈ 30-ാമത്തെ ആയിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് കൂടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അനുവദിക്കാതെ, കർത്താവ് അനുഗ്രഹിക്കാതെ, കർത്താവ് ആകർഷിക്കാതെ നമുക്ക് വചനം കേൾക്കാനോ ഇങ്ങനെ ഒരു കൂടാരത്തിൽ വരാനോ പറ്റില്ല. അതുകൊണ്ട് നന്ദി ചൊല്ലി തീർക്കാൻ വാക്കുകൾ പോരാ. ജെറുസലേമേ, നിന്റെ കവാടത്തിങ്കൽ നന്നായി പണിതിണക്കി ഈ ആലയത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. ഒറ്റ കാര്യത്തിന്: എൻ്റെ രാജാവിന്, എൻ്റെ കർത്താവിന്, എൻ്റെ ഈശോയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഇതുവരെ കർത്താവിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്ന് ഓർത്തേക്കണം. 10 പേർക്ക് സൗഖ്യം കിട്ടി, 9 പേര് ഏതിലെയോ പോയി, ഒരാൾ തിരിച്ചു വന്നു. ആ ഒരാൾ നീയാണ്. 2 കരങ്ങൾ ഉയർത്തി നാളിതുവരെ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയെ ആരാധന, 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 ആരാധന. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദി പറയുന്നവനെ കർത്താവ് അനുഗ്രഹിക്കും. ചെന്നാ പറഞ്ഞേ, നന്ദി പറയുന്നവനെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ നന്ദി കൊണ്ട് ഈശോയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഒരു ഒരു ചെണ്ടോ പൂമാലയോ കിട്ടുന്നല്ല. പക്ഷെ നന്ദി നിറഞ്ഞവനെ കർത്താവ് എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതെല്ലാം ഇങ്ങനെ ഒരു ലോട്ടറി അടിച്ചു, ഒരു കോടിപതിയായി, നിങ്ങൾ വലിയൊരു വീട് പണിതു, വലിയൊരു വണ്ടി മേടിച്ചു, അപ്പൊ ഈശോയെ താങ്ക് യു എന്ന് പറയുന്നതല്ല. ഒന്നുമില്ലാത്തൊരു സമയത്തും, സകലതും തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന സമയത്തും, പ്രത്യാശയ്ക്ക് ഒരു വകുപ്പും ഇല്ലാത്തൊരു സമയത്തും, നിങ്ങളുടെ കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന ഒരു സമയത്തും, നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ കൺമുമ്പിൽ തകർന്ന് തരിപ്പണമായി വീഴുന്ന ഒരു സമയത്തും, നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്ത രാത്രികളും പ്രതീക്ഷയില്ലാത്ത പകലുകളിലും എല്ലാം തകർന്നു എന്ന് നമ്മൾ പറയുമ്പോഴും, നിന്റെ ജീവിതം നശിച്ചു എന്ന് ചുറ്റുമുള്ളവർ പറയുന്ന സമയത്തും, അപ്പോഴും തലയുയർത്തിപ്പിടിച്ച് കണ്ണ് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് അപ്പോഴും ഈശോയെ നന്ദി എന്ന് പറയുന്നവനെ കർത്താവ് പിന്നെയും പിന്നെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റേ എളുപ്പമാണ്. എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ, എല്ലാം കവിഞ്ഞൊഴുകി നിൽക്കുന്ന സമയത്ത്, എല്ലാം നല്ല രീതിയിൽ പോകുന്ന സമയത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് ആരാധിക്കാൻ പള്ളി പോകാൻ എളുപ്പമാണ്. പക്ഷേ പൊള്ളി നിൽക്കുമ്പോൾ പള്ളി പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ മാറ്റ് തെളിയിച്ച് തരുന്നത്. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഒരു പക്ഷേ ഒരുപാട് സഹനങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, വേദനകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരായിരിക്കും. വലിയ രോഗങ്ങളായിട്ട് ക്ലേശിക്കുന്നവരുണ്ടാകും. ഇനി ഒരു മരുന്ന് പരീക്ഷിക്കാൻ ശരീരത്തിന് ഇനി ബാക്കി ഭാഗമില്ല, ഇനി എന്നെ തൊടാൻ, ഇനി എന്നെ പരീക്ഷിക്കാൻ മറ്റൊരു ഡോക്ടറിൽ, ഇനി പോകാൻ ഒരു ആശുപത്രി ഇല്ലെന്ന് പറഞ്ഞ് വല്ലാത്ത രോഗങ്ങളാൽ വർഷങ്ങളോളം നീറിപ്പോകുന്നവരായിരിക്കാം. ഒരു കടം മാറിക്കിട്ടാൻ വേണ്ടി നാട്ടിൽ അറിയപ്പെടുന്ന എല്ലാ ധ്യാനകേന്ദ്രങ്ങളും, എല്ലാ പ്രാർത്ഥിക്കുന്നവരുടെ അടുത്തും പോയി നിരാശ മാത്രം ബാക്കിയായിട്ട് വന്ന് നിൽക്കുന്നവരായിരിക്കാം. മക്കളെ ഓർത്തോ, ജീവിത പങ്കാളി ഓർത്തോ, കുടുംബത്തിന്റെ അവസ്ഥ ഓർത്തോ സങ്കടപ്പെടുന്നവരായിരിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നവർക്ക് എന്തോ ഒരു സങ്കടങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് നിങ്ങളെ കാണുമ്പോൾ, ഈ വലിയൊരു ജനസമുദ്രത്തെ കാണുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ എന്നാന്ന് ഒരു പച്ച സാധാരണ മനുഷ്യനായി എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ ദുരിതങ്ങളെയും, സങ്കടങ്ങളെയും, വേദനകളെയും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ മഹത്വത്തോടെ ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അവൻ നോക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കടം വന്നിട്ടും, ഈ രോഗം വന്നിട്ടും, ഈ സഹനം വന്നിട്ടും, ഈ മരണം കൺമുമ്പിൽ വന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ട മകൻ, എൻ്റെ പ്രിയപ്പെട്ട മകൾ എന്നെ തള്ളി പറഞ്ഞിട്ടില്ല. ഇവനെ ഇവിടെ വെച്ച് ഞാൻ, ഇവളെ ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ വെച്ച് കർത്താവ് എന്നെ അനുഗ്രഹിക്കും, ഉറപ്പാണ്. ഇവിടെ വെച്ച് എന്തവസ്ഥയിലായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നു, നിങ്ങളിപ്പോൾ ഓൺലൈനിൽ ഇരുന്ന് കൂടുന്നവർ, നിങ്ങളിപ്പോൾ എന്തവസ്ഥയിലാവട്ടെ, പൂർണ്ണമായൊരു ബോധ്യത്തോടെ ഞാൻ പറയാണ്, പൂർണ്ണമായൊരു ബോധ്യത്തോടെ ഞാൻ അർപ്പിച്ച എല്ലാ പരിശുദ്ധ ബലികളുടെയും യോഗ്യതയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, നാളിതുവരെ ഞാൻ പറഞ്ഞ എല്ലാ ദൈവവചനത്തിൻ്റെയും ശക്തിയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ ഇവിടെ വെച്ച് നിന്റെ ദൈവം മഹത്വത്തോടെ ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വാസത്തോടെ ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ജെറുസലേമിന് നന്മ വരട്ടെ എന്ന് പറഞ്ഞാൽ ആ ജെറുസലേമിൽ വന്ന എല്ലാവർക്കും നന്മ കൈവരും, അതുറപ്പാണ്. അതുകൊണ്ട് ഈ സമയം മുതൽ, ഈ ധ്യാനത്തിൻ്റെ ഈ കൺവെൻഷൻ്റെ ആദ്യത്തെ മണിക്കൂറുകൾ മുതൽ നിങ്ങൾ ഇത് തന്നെ പ്രാർത്ഥിക്കുക, ജെറുസലേമിന് നന്മ വരട്ടെ. അങ്ങനെ ജെറുസലേമിന് നന്മ വന്നാൽ ആ ജെറുസലേമിൽ വരുന്ന എല്ലാവരും നന്മ പ്രാപിച്ച് ഇവിടുന്ന് തിരിച്ചു പോകും. 30 മേനിയല്ല, 60 മേനിയല്ല, 100 മേനി. ഉറക്കെ പറ. 18 പേര് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരും കൂടെ പറ. എത്ര മേനി? 100 മേനി. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 122-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, 8ഉം 9ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം. തൊട്ടടുത്ത വാക്യം, ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ വരുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന ആദ്യത്തെ അനുഗ്രഹങ്ങളൊന്നാണ് സമാധാനം. സമാധാനം. തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ്, ഈ ആലയത്തെ പ്രതി, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടത്തെ പ്രതി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഈ ജെറുസലേമിൽ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തൊട്ടടുത്തിരിക്കുന്ന കയ്യിലൊന്ന് പിടിക്കാമോ? കണ്ണിലൊന്ന് നോക്കിക്കേ. അവരോട് പറ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറ. നാളെ എന്നല്ല, ചിലപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് പോലും നിങ്ങളുടെ തൊട്ടടുത്ത് അവരുണ്ടാവില്ല, മാറിയിരിക്കുമായിരിക്കും. നാളെ വേറെ ഒരാളായിരിക്കും നിങ്ങളുടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പം അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു പ്രാർത്ഥന ആവശ്യമാണ്. കയ്യിലൊന്ന് നന്നായിട്ട് മുറുകെ പിടി. കൈ കൊടു. കയ്യിലൊന്നും കൊടുത്തില്ലെങ്കിലും കൈ കൊടു. പറഞ്ഞേ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് നല്ല പ്രായമുണ്ട് കേട്ടോ. സിസോയ്ക്കും ഗോദറേജിനും കേരളത്തിലുള്ള സകല ഡൈ കമ്പനികൾക്ക് നന്ദി. നല്ല പ്രായമുണ്ട്. ഇച്ചിരി ബഹുമാനത്തോടെയൊക്കെ ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞോ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇതൊക്കെ നിങ്ങളെ അടുത്തിരിക്കുന്നവരുടെ മുഖത്തൊരു പുഞ്ചിരി വന്നത് കണ്ടോ? ഒരു പരിചയം ഇല്ലാത്തവരായിരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്നത്. പക്ഷേ ചുമ്മാ ഒന്ന് കയ്യെ പിടിച്ച്
ഒരനുഗ്രഹത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അടുത്തിരിക്കുന്ന ആരാന്ന് നമുക്ക് പിടിയില്ല, പല ദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ ദുഃഖം ഒരു മിനിറ്റത്തേക്ക് മാറി അവരുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. കാരണം നിങ്ങൾ കൈ കൊടുത്ത് പറഞ്ഞത്, ചേട്ടായി ഞാൻ കൂടെ ഉണ്ടെന്നല്ല പറഞ്ഞത്, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാമെന്നുമാണ്. എന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യാശയുടെ സുവിശേഷം ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈശോ നിങ്ങളുടെ അടുത്തുണ്ടെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയാൻ പറ്റിയാൽ ഇതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സുവിശേഷങ്ങളിൽ ഒന്ന്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നല്ലൊരു ബോധ്യത്തോടെ ഒന്നുകൂടെ കയ്യെ പിടിച്ചിട്ട് പറ, ഈശോ നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ, കയ്യെ പിടിച്ചോണ്ട് പറ, നിങ്ങൾക്ക് നല്ല ശബ്ദമുണ്ട്, കയ്യെ പിടിച്ച് പറ, ഈശോ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് അനുഗ്രഹമൊക്കെ കിട്ടിയോ? ഇടത് കൈ നെഞ്ചോടൊന്ന് ചേർത്ത് പിടി, വലത് കൈ ഇങ്ങോട്ട് നീട്ടിപ്പിടി. അങ്ങനെ നിങ്ങൾ ഓസിക്ക് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകാതെ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തന്ന എന്നെയും കൂടെ അനുഗ്രഹം. കൈ ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ച്, ഇങ്ങനെയല്ല ഇങ്ങനെ പിടി. പറ, ഈശോ അച്ഛൻ്റെ കൂടെയുണ്ട്. പറഞ്ഞേ, ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. യെസ്, നിങ്ങൾക്കൊക്കെ ഓരോ രണ്ടുപേരുടെയൊക്കെ അനുഗ്രഹം കിട്ടിയുള്ളൂ. എനിക്ക് ഇത്രയും പേർ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പിടിച്ച് നിൽക്കുന്നത്. നിങ്ങളെപ്പോലുള്ള കുറേ പേര് പ്രാർത്ഥിച്ച് മുട്ടുകുത്തി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള കുറേ പേര് ഇങ്ങനെ നേരെ നിൽക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജെറുസലേമിനെ കുറിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ആരംഭിച്ചു. ജെറുസലേമിന് നന്മ വരട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി ഈ പ്രാർത്ഥനാഭിഷേകം നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്ത് നിലച്ചും പറയുന്ന വചനങ്ങൾ, ഈശോയുടെ വാക്കുകൾ നല്ല ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം. നമ്മൾ ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഈ ഒരു കൺവെൻഷൻ പന്തലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്, ഈ ആലയത്തിൽ വെച്ച് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹ തൻ്റെ കത്തുകളൊക്കെ എഴുതുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ പൗലോസ്ലീഹ. പൗലോസ്ലീഹ തൻ്റെ എഴുത്തുകളുടെ തുടക്കത്തിൽ ഇങ്ങനെ വായിക്കുന്നവർക്ക് ഇതാർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്, ഇത് വായിക്കുന്ന ഏതൊരു ജനവും ഏതൊരു കാലഘട്ടത്തിൽ വായിക്കുന്നവർക്കും ആശംസകൾ പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും വചനങ്ങൾ ആരംഭിക്കുക. പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്ന് എടുക്കാമോ? പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം. തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ലേഖനം. നിങ്ങൾ പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിലുള്ള ആരെങ്കിലുമൊക്കെ ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആവർത്തിച്ച് വായിക്കേണ്ട 2 പുസ്തകങ്ങളാണ് തിമോത്തിക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ. എന്തെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷ, വചന ശുശ്രൂഷയോ ആത്മീയ ഉപദേശ ശുശ്രൂഷയോ ഈ ധ്യാന കേന്ദ്രങ്ങളുമായിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, നിങ്ങളുടെ ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ദൈവരാജ്യ ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആവർത്തിച്ച് വായിക്കേണ്ട ഒരു സുവിശേഷകന്റെ, ഒരു പ്രേക്ഷിതന്റെ ഒരു മാനുവലാണ് ഈ തിമോത്തിക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ. വേണ്ട സമയം പോലെ എടുത്ത് വായിക്കണം. തിമോത്തിക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. ബൈബിൾ ഉള്ളവർ അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് വായിക്കണം. ഒരുമിച്ച് ചേർന്ന് വായിക്കാം. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവിൻ്റെയും കൽപ്പനയാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് വിശ്വാസത്തിൽ എൻ്റെ യഥാർത്ഥ സന്താനമായ തിമോത്തിയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും. അവസാനത്തെ ആ 3 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വിശ്വാസത്തിൽ എൻ്റെ യഥാർത്ഥ സന്താനമായ തിമോത്തിയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും. 3 കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞത് എന്തൊക്കെയാണ്? കൃപയും കാരുണ്യവും സമാധാനവും. ഇത് കർത്താവ് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ദൈവം നമുക്ക് തരുന്ന, ഈശോ നമുക്ക് തരുന്ന 3 അനുഗ്രഹങ്ങളായിട്ട് പൗലോസ് അവതരിപ്പിക്കുകയാണ്. നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, നമ്മൾ വിശ്വാസത്തിലായിരിക്കുന്നവർ, ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി ഓരോ ദിവസം പരിശ്രമിക്കുന്നവർ, ഒരുപക്ഷെ ചില പ്രതിസന്ധികൾ, ചില ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഇപ്പോൾ നിരാശപ്പെട്ട് നിൽക്കുന്ന ഏത് അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തർക്കും ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈശോ വാഗ്ദാനം തരുന്ന 3 കാര്യങ്ങളാണ്. 1 കൃപ, 2 കാരുണ്യം, 3 സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. കൃപ എന്തിനാണ് കൃപ? ആ കൃപയെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, അവൾ എന്നോട് മിണ്ടാറില്ല, ആണോ? ആ കൃപയല്ല ഈ കൃപ. ഗ്രേസ് എന്തിനാണ്? ഈ ജീവിതത്തിൻ്റെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന നിത്യജീവനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ശക്തിയോ നമ്മുടെ ഒരുക്കങ്ങളോ അല്ല. എന്താണ് വേണ്ടത്? കർത്താവിൻ്റെ കൃപ. ആ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ, ആ നിത്യജീവനിലേക്ക് എത്തിച്ചേരണം. അതാണ് നമ്മുടെ ഏറ്റവും പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ മല്ല് പിടിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അതുകൊണ്ട് കർത്താവ് സൗജന്യമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഗ്രേസ്, കൃപ. പറഞ്ഞേ ഹല്ലേലൂയ. 1-ാമത്തെ കാര്യം നമ്മൾ ചോദിക്കുകയും നമുക്ക് കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന കാര്യം ഇതാണ്. എന്താണത്? കൃപ. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ, നിത്യജീവനിലേക്ക് എത്തിച്ചേരാനുള്ള കൃപ. 2-ാമത്താണ് കാരുണ്യം. കാരുണ്യം എന്തിനാണ്? നിങ്ങൾക്ക് ആവശ്യമാണോ കാരുണ്യം? ആണോ? കരുണ ആവശ്യമാണോ? എന്തിനാണത്? വിശുദ്ധിയിൽ ജീവിക്കാനാണ് കൃപ. കാരുണ്യം എന്തിനാണ്?
നമ്മൾ അത്ര വിശുദ്ധിയിലല്ല ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ മഹാതല്ലിപ്പൊളികളായിട്ട് തരികിടത്തരങ്ങളെ കാണിച്ച് ഈ ലോകത്തിൽ അവൈലബിൾ ആയ സകല പാപങ്ങളും ചെയ്തു കൂട്ടി നടക്കുന്നവരാണ് നമ്മൾ. എന്നിട്ട് നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കി വെള്ളയൊടുപ്പൊക്കെ ഇട്ട് മിടുക്കരായിട്ട് മിടുക്കത്തികളായിട്ട് ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇച്ചിരി കള്ളത്തിലൊക്കെ ഒളിപ്പിച്ച് പിടിച്ച് നടക്കുന്നവരാണ് നമ്മൾ. ആണോ? നിങ്ങളുടെ അടുത്തിരുന്നവരെ അനുഗ്രഹിച്ചവരെ ഒന്നുകൂടെ നോക്കിക്കേ. കള്ളന്മാരാണോ? ആണ്. പിന്നെയും ചിരി വന്നു എന്തിനാണെന്നറിയോ? സത്യം മനസ്സിലാക്കുമ്പോൾ ചില സമയത്തൊക്കെ ചിരി വരും. നിങ്ങൾ മുമ്പേ അനുഗ്രഹിച്ച പോലെ എന്നെ നോക്കിക്കോ കേട്ടോ. നിങ്ങളെക്കാട്ടും വലിയ പാപിയാന്ന് വിചാരിച്ച് നിങ്ങൾ ആശ്വസിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാനാണ് കർത്താവ് നമുക്ക് കൃപ തരുന്നത്. പക്ഷേ നമ്മൾ ആ കൃപയ്ക്കെതിരായി ജീവിക്കുന്നു. ചില സമയത്ത് നമ്മൾ പാപങ്ങൾ ചെയ്തു പോകുന്നു. ആവർത്തിച്ച് ഈ കൃപ നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലുള്ള ജീവിത രീതികൾ, ചിന്താ പ്രവർത്തികളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അവിടെ കർത്താവ് നമുക്ക് സൗജന്യമായി തരുന്ന മറ്റൊരു അനുഗ്രഹമാണ് അവിടുത്തെ അളവില്ലാത്ത കാരുണ്യം. എന്തിനാണത്? വീണ്ടും വീണ്ടും പാപം ചെയ്യാനല്ല. നിന്നോട് ഞാൻ കരുണ കാണിച്ചു, നിന്നോട് ഞാൻ ക്ഷമിച്ചു, നീ ചെയ്തതെല്ലാം ഞാൻ പൊറുത്തു, ഒരു കുമ്പസാരത്തിലൂടെ നിനക്ക് തിരിച്ചു കയറി വരാം, നിന്നോട് ഞാൻ കാരുണ്യം ചൊരിയുന്നു, നിനക്ക് യാതൊരുവിധ അർഹതയില്ലെങ്കിലും നീ എന്നെ എത്രമാത്രം തള്ളിപ്പറഞ്ഞ് തിരസ്കരിച്ച് മാറി നിന്നാലും കുഞ്ഞെ, നിനക്ക് ഞാൻ എൻ്റെ അളവില്ലാത്ത കാരുണ്യം ചൊരിയുന്നു. എന്തിന്? ഈ കൃപയിലേക്ക് നീ തിരിച്ചു വരാൻ. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ കൃപ നമുക്ക് നൽകുന്നു, കാരുണ്യം നമ്മുടെ മേൽ ചൊരിയുന്നു. ആ കൃപയും കാരുണ്യവും ഉള്ള ഒരു ജീവിതം, ഒരു വ്യക്തിയുടെ ജീവിതം എപ്പോഴും, മൂന്നാമത്തെ അനുഗ്രഹം, എപ്പോഴും സമാധാനം നിറഞ്ഞതായിരിക്കും. എപ്പോഴും സമാധാനം നിറഞ്ഞതായിരിക്കും. നമുക്ക് നല്ലൊരു വീടുണ്ട്, കിടക്കാനൊരു 8 അടി അല്ലോ, നല്ല 8 ഇഞ്ച് മെത്തയുണ്ട്. പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. ടെൻഷനായി, ആകുലതകളായി, സങ്കടങ്ങളായി, എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. ഒരു ധ്യാനം കൂടെ, ഒരു കൺവെൻഷൻ കൂടെ പങ്കെടുക്കുകയാണ്, ഒന്നും കൂടെ പ്രാർത്ഥിച്ചു നോക്കുകയാണ്, കർത്താവേ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ, സമാധാനമില്ല. നമ്മളൊക്കെ അനുഭവിച്ചു പോകുന്ന സമയമാണ്. എല്ലാം നന്നായിട്ടിരിക്കുമ്പോഴും ഇനി നാളെ എന്തെങ്കിലുമൊക്കെ വരുവാന്ന് ഓർത്തുള്ള പേടി. എന്നിട്ട് ഈ അടുത്തിടയ്ക്ക് ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു കുഞ്ഞു കൊച്ച്, ആ കൊച്ച് ഇങ്ങനെ ഞാൻ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു, കർത്താവേ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ? പക്ഷെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ട് പിന്നീട് എനിക്കറിയാവുന്ന ഒരു ഡോക്ടറിനോടൊക്കെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് ആധികാരികമായ കുറച്ച് പഠനങ്ങളൊക്കെ വായിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഈസ് സംതിങ് സീരിയസ്. ഒരു കൊച്ചൊരു 14-15 വയസ്സുള്ള ഒരു കൊച്ച്, പേടിയാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു 14-15 വയസ്സുള്ള ഒരു കൊച്ച് പേടിയാന്നൊക്കെ പറയുമ്പോൾ എന്നായിരിക്കും? ചിലപ്പോൾ പാമ്പ്, പഴുതാര, അട്ട, ഇരുട്ട്, ഇതൊക്കെ ആയിരിക്കും പേടി. ഇനി എക്സ്ട്രീം പോയാൽ 14-15 വയസ്സാണ്, പരീക്ഷകളാണ്, വലിയ പരീക്ഷകളൊക്കെ വരുന്നു, പഠിക്കാൻ പറ്റുന്നില്ലായിരിക്കും, അതിൻ്റെയൊക്കെ പേടിയായിരിക്കും. പേടി അതൊന്നുമല്ല. പേടി അതിൻ്റെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാനിങ്ങനെ ചോദിച്ചൊരു 50 വയസ്സിൽ താഴെയുള്ളൂ മാതാപിതാക്കൾ. ഈ കൊച്ചിൻ്റെ ഏറ്റവും വലിയ പേടി അപ്പച്ചൻ മരിച്ചു പോകുമെന്നുള്ളതാണ്. അപ്പയോടും നല്ല സ്നേഹമാണ്. ഈ കൊച്ചിൻ്റെ ഏറ്റവും വലിയ പേടി അപ്പൻ മരിച്ചു പോവോ, ഇത് പേടിയാണ്. അച്ഛൻ പ്രാർത്ഥിക്കണമെന്നുണ്ട്. അപ്പം ഞാനതൊരു സ്നേഹ സൗഹൃദത്തിൽ ഈ കൊച്ചിനോട് ചോദിച്ചു, അപ്പായിക്ക് മേലാണ്ടിരിക്കുവാണോ? അല്ല, അപ്പ നന്നായിട്ടിരിക്കുന്നു. അല്ല, എന്തേലും മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അപ്പം എന്നത്തിന് പേടിക്കുന്നത്? എനിക്ക് അറിയത്തില്ല അച്ഛാന്ന് പറഞ്ഞ ഒറ്റ കരച്ചിൽ. എനിക്കും കരച്ചില്ല വന്നു. കുഞ്ഞു പിള്ളേർ കരയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം വരില്ലേ? ഈ വാവിട്ട് കണ്ണ് നിറഞ്ഞ് ഒഴുകുവാണ്. വലിയ സീരിയസ് ആയ പ്രശ്നങ്ങൾക്ക് ഒരു മനുഷ്യൻ കരയുന്നതിനെക്കാട്ടും വലുതായിട്ട് ഈ കൊച്ചിങ്ങനെ വാവിട്ട് ചങ്കുവാടി കരയാണ്. അപ്പ മരിച്ചു പോകുന്നു. ഒരസുഖവും അപ്പായ്ക്കില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്ന അപ്പായാന്ന് അവൾ തന്നെ പറയുന്നു. പക്ഷെ ഉള്ളിലൊരു പേടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഉണ്ടാവാം ചിലപ്പോൾ ഈ കൊച്ചിനെ പോലെ തന്നെയല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകുന്നൊക്കെ ഉള്ളൊരു പേടി. ഇപ്പം അവർ നമ്മുടെ കൂടെയുണ്ട്, എന്നാലും മരിച്ചു പോയാലോ എന്നോർത്തുള്ള പേടി. സന്തോഷം, ഈ ആനന്ദം ഇപ്പം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എല്ലാവരും കൂടെയുണ്ട്, ഇപ്പം എല്ലാം ഉണ്ട്, എന്നാലും സമാധാനത്തിലാവാൻ പറ്റുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ സങ്കടങ്ങൾ? വീട്, ഇപ്പോൾ ഉള്ള വീട്, ദൈവമേ അത് പോവോ? ഇപ്പോൾ ഉള്ള ജോലി അത് പോവോ? ഇപ്പൊ കൂടെയുള്ള മക്കൾ, മാതാപിതാക്കൾ അവർ ഇട്ടേച്ചു പോവോ? ഇപ്പൊ എല്ലാം ഈശോ തന്നിട്ടുണ്ട്. പക്ഷെ അത് ആനന്ദത്തോടെ അനുഭവിക്കാനോ സമാധാനത്തിലായിരിക്കാനോ ഈശോയോട് ചേർന്ന് അത് ജീവിക്കാനോ സാധിക്കാത്ത സമയം, ഉറക്കം കിട്ടാത്ത സമയങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളിലൂടെ നമ്മളിന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ആലയത്തിൽ വെച്ച് ഈശോ നൽകുന്ന 3 വാഗ്ദാനങ്ങളാണ്: നിങ്ങൾക്ക് എൻ്റെ കൃപ, നിങ്ങൾക്ക് എൻ്റെ കാരുണ്യം, നിങ്ങൾക്ക് എൻ്റെ സമാധാനം. എൻ്റെ കരങ്ങൾ ഉയർത്തി ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ കയ്യപ്പിടി. ഇത് തന്നെ പണി ഉച്ചവരെ. 3 അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുക്കുക. ഈശോയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഈശോയിൽ നിന്ന് കൃപയും കാരുണ്യവും സമാധാനവും. ഇവിടെ അടുത്തിരിക്കുന്നവർ കൈ തന്നോ? തന്നില്ലെങ്കിൽ അവരെ ഒന്ന് തുറച്ചു നോക്കിക്കേ. ഇതുപോലും തരാത്തവരെ നിങ്ങൾ എന്നാ സ്വാർത്ഥരാണ് അല്ലേ? പറഞ്ഞേ ഹല്ലേലൂയ. സോ 3 കാര്യങ്ങളാണ്: കൃപയും കാരുണ്യവും സമാധാനവും. ഒരു വചനം അവിടെ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കണം. 1-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് കേട്ടെ. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും
നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിൻ്റെയും അപ്പസ്തോലനായ പൗലോസിലെ ഈശോയെ കുറിച്ച് ഒത്തിരി അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനമായിട്ട്, വളരെ അപൂർവമായിട്ട് പൗലോസ്ലീഹ ഈശോയെക്കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തു, നമ്മുടെ പ്രത്യാശയായ ഈശോ മിശിഹ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈശോയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവമായ ഈശോ, എൻ്റെ കൂട്ടുകാരനായ ഈശോ, എൻ്റെ രക്ഷകനായ ഈശോ, എൻ്റെ രാജാവായ ഈശോ, എൻ്റെ സർവസ്വവുമായ ഈശോ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ആരാധിക്കാറുണ്ട്. പൗലോസ്ലീഹ വളരെ സുന്ദരമായ ഒരു കാര്യം പറയാണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ഈശോയെക്കുറിച്ച് പൗലോസ്ലീഹ പറയാണ്, നമ്മുടെ പ്രത്യാശയായ ഈശോ മിശിഹ. ജീസസ് ഹൂ ഈസ് മൈ ഹോപ്പ്. എൻ്റെ പ്രത്യാശ ഈശോയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ, നമ്മൾ ഈ കടന്നു പോകുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ പ്രത്യാശയില്ലെങ്കിൽ സകലതും തകർന്നു വീഴും. ശരിയാണോ? ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളിത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ വചനം അത് വർക്ക് ചെയ്യും, അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. പ്രത്യാശ ഇല്ലെങ്കിൽ നിങ്ങളിവിടെ കേട്ടിരിക്കോ? ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ വാഹനവുമായിട്ട് ഇവിടെ വന്നവരുണ്ട്. ആ വാഹനത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ പോക്കറ്റിലുണ്ട്. നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ ആ വണ്ടി അവിടെ തന്നെ കാണുന്നു. കർത്താവേ, അത് അവിടെ തന്നെ കാണണേ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ദിവസം ആ മണിക്കൂറിൽ നടക്കണം. ഒരു പക്ഷേ ഒരു ആഘോഷമായിരിക്കും, ഒരു കല്യാണമല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷങ്ങളായിരിക്കാം. നിങ്ങളത് പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ഒരു പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകും, എനിക്ക് അവിടെ ചെല്ലാൻ പറ്റും എന്നുള്ളൊരു പ്രത്യാശ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ അധ്വാനിച്ച് പഠിപ്പിച്ച് വലിയ വ്യക്തികളാക്കി, ആളുകളാക്കി മാറ്റുന്നു. നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? അവർക്ക് ജോലി കിട്ടുമോ എന്നുള്ള പ്രത്യാശയല്ല. സത്യമായിട്ട് എൻ്റെ മാതാപിതാക്കൾ പറയൂ, എന്താണ് നിങ്ങളുടെ പ്രത്യാശ? അവര് വയസ്സാങ്കാലത്ത് നമ്മളെ നോക്കിക്കോളൂ. ഇരിക്കട്ടെ, ആ പ്രത്യാശ ഇരിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. അവർ നോക്കട്ടെ. മക്കൾക്കൊരു പ്രത്യാശയുണ്ട്. ഇപ്പോൾ അപ്പൻ പറയുന്നത്, അമ്മ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു പ്രത്യാശയാണ്. അപ്പൻ പറയുന്നത് നല്ലതാണ്, അമ്മ പറയുന്നത് നല്ലതാണ്. ആ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് അവരത് അനുസരിക്കുന്നത്. നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യുന്നു, നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്കോ പഠനത്തിനോ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരിശ്രമിക്കുന്നു. ഒരു പ്രത്യാശയാണ്. ഇതെല്ലാം കറക്റ്റ് സമയത്ത് എല്ലാം കൃത്യമായിട്ട് വരുമ്പോൾ ദൈവാനുഗ്രഹത്തോടെ എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റും. എല്ലാം എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ഹോപ്പ്. എല്ലാം ആശ്രയിച്ച് നിൽക്കുന്നത് ഈ പ്രത്യാശയിലാണ്. മനുഷ്യൻ പിടിച്ചു നിൽക്കുന്നതും എഴുന്നേറ്റ് നിൽക്കുന്നതും ഒരു പുത്തൻ പ്രഭാതത്തിലേക്ക് സകലതും തകർന്നു നിൽക്കുമ്പോഴും നമ്മൾ വീണ്ടും ഒന്നുകൂടെ എഴുന്നേൽക്കുന്നതും ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു തുണ്ട് കയറയിലോ ഒരു കുപ്പി വിഷത്തിലോ തീരാതെ ഒന്നും കൂടെ ഒന്ന് നോക്കാം, ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ച് ദിവസം കൂടെ ഒന്ന് കഴിയട്ടെ, ഒരു തവണയും കൂടെ ഒന്ന് പരിശ്രമിക്കാം എന്നൊരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ എവിടെയോ കയറി കിടക്കുന്ന ഒറ്റ കാര്യമാണ് ഹോപ്പ്, പ്രത്യാശ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ സങ്കടം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ചിന്തിച്ച ഈ പ്രത്യാശയ്ക്ക് പറഞ്ഞ സകല കാര്യങ്ങളും ചിലപ്പോൾ നമ്മളെ നിരാശപ്പെടുത്തിയേക്കാം. ശരിയല്ലേ? നിങ്ങൾ ആശ്രയം വെച്ച ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ തവിട് പൊടിയായി പോയേക്കാം ഒറ്റ നിമിഷം കൊണ്ട്. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ച നിങ്ങളുടെ ജീവിത പങ്കാളി ഒറ്റ നിമിഷം കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ തള്ളി പറഞ്ഞേക്കാം. ഒറ്റ നിമിഷം കൊണ്ട്. നിങ്ങൾ ആശ്രയിച്ച്, നിങ്ങൾ സ്നേഹിച്ച് വളർത്തിയെടുക്കുന്ന നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ ആസ് ഇഫ് യു ഡോണ്ട് എക്സിസ്റ്റ്, നിങ്ങളെന്നൊരു വ്യക്തി ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ നേരെ പുറംതിരിഞ്ഞ് മറഞ്ഞ് നിന്നേക്കാം. ഒരുപക്ഷെ നിങ്ങളെ ഒരു അനാഥാലയത്തിന്റെ ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞേക്കാം. ആ ഇരുട്ടിലേക്കല്ലാതെ ചിലപ്പോൾ ഒരു നടുറോഡിന്റെ പകൽ വെളിച്ചത്തിലേക്ക്, ഒരു ചുട്ടുപൊള്ളുന്ന ടാർ റോട്ടിലേക്ക് നിങ്ങളെ ഇറക്കി വിട്ടേക്കാം. ഒരു പക്ഷേ മനുഷ്യൻ പ്രത്യാശ അർപ്പിച്ച സകല മാനുഷികമായ ആ കാര്യങ്ങളും കൺമുമ്പിൽ തകർന്ന് തരിപ്പണമായി വീണേക്കാം. നിങ്ങൾ ഇന്ന് പ്രത്യാശ അർപ്പിക്കുന്ന നിങ്ങളുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ സ്വത്ത്, നമ്മുടെ ബന്ധുബലം, നമ്മുടെ സൗഹൃദ വലയം എല്ലാം ഒരു നിമിഷം കൊണ്ട് തവിട് പൊടിയായി പോയേക്കാം. പ്രത്യാശ അർപ്പിച്ച സകലതും തകർന്ന് വീണേക്കാം. അവിടെയാണ് പൗലോസ്ലീഹ നമ്മുടെ ഉള്ളിലേക്ക് ദ ഹോപ്പ്, ഒറ്റ പ്രത്യാശ. അപ്പൻ പോയാലും അമ്മ പോയാലും ജീവിത പങ്കാളി ഇട്ടേച്ചു പോയാലും മക്കൾ തള്ളിപ്പറഞ്ഞാലും പ്രിയപ്പെട്ടവർ വഞ്ചിച്ചാലും ഹൃദയത്തിൽ ഇടം കൊടുത്തവരാ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവ് തന്ന് മാറി നിന്നാലും ചങ്കോട് ചേർത്ത് പിടിച്ചവരാ ചങ്കിടിച്ച് പിഴിഞ്ഞ് മാറി നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത പകലുകളും ഉറക്കമില്ലാത്ത രാത്രികളും സമ്മാനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചതിക്കുഴികൾ തന്ന് മാറി നിന്നാലും, നിങ്ങൾ കൈപിടിച്ചുയർത്തിയവർ നാളെ നിങ്ങളുടെ കുതികാല് പിടിച്ച് വലിച്ച് താഴെയിട്ടാലും, നിങ്ങൾ ഒറ്റയാണെന്ന് പറഞ്ഞ് ചേർന്ന് നിന്നവർ നിങ്ങളെ ഒറ്റിക്കൊടുത്ത് മാറി നിന്നാലും, നിങ്ങളുടെ എല്ലാമാണെന്ന് നിങ്ങൾ പറഞ്ഞു നിന്ന ചില മനുഷ്യർ നിങ്ങളെ അറിയത്തില്ല എന്ന് പറഞ്ഞ് പോകുന്ന ദിവസങ്ങൾ വന്നാലും, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്തതും
നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെട്ട് പോകാൻ പാടില്ലാത്തതുമായ ഏക പ്രത്യാശയെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറഞ്ഞു തരികയാണ്. നമ്മുടെ പ്രത്യാശയായ ഈശോ മിശിഹ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈ സകലതും ഞാൻ കൈ ഉയർത്തിപ്പിടിച്ച് ആരുടെയൊക്കെ കയ്യെ പിടിച്ചോ അവരൊക്കെ കുതറി മാറിയാലും എന്നെ കൈവിട്ട് പോവാത്ത, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ എൻ്റെ ഏക പ്രത്യാശ. ആ ആളുടെ പേര്, ആ ദൈവത്തിന്റെ പേര് ഉറക്കെ വലത് കൈ ഉയർത്തി ഉറക്കെ പറ. നമ്മുടെ ഏക പ്രത്യാശ ആരാണ്? ഈശോ മാത്രം. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ, ഇത് അനുഭവിച്ചിട്ടുണ്ട്. അച്ഛനത് പറയുമ്പോൾ വചനത്തിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ടല്ല നിങ്ങൾക്കത് മനസ്സിലാകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ഉള്ളിലോട്ട് കയറുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഈ ആലയത്തിലൂടെ ഓടി ഇറങ്ങി നടന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. നീ പ്രത്യാശ അർപ്പിച്ച സകലതും പോയിട്ടും നീ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്, ശ്വാസം മുട്ടിപ്പോകുന്ന ഈ സമയത്തും സമാധാനത്തോടെ നീ വചനം കേൾക്കുന്നതിൻ്റെ ഒറ്റ കാര്യം, പ്രതീക്ഷയോടെ നീ വചനം കേൾക്കുന്നതിൻ്റെ ഒറ്റ കാര്യം, ഉള്ളിൽ ഒരാൾ പ്രത്യാശയായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യാശ തന്നോണ്ടിരിക്കുകയല്ല, പ്രത്യാശയായി നിൽക്കുകയാണ്. ആര്? ഈശോ. ഈശോ പ്രത്യാശ തരികയല്ല, നമ്മുടെ പ്രത്യാശയായ ഈശോ. മറ്റൊരു വചനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, റോമ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമ്മളെ ലജ്ജിതരാക്കുന്നില്ല. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. ഈ വചനം ഒന്ന് ചേർത്ത് മനസ്സിലാക്കിയേ. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, നമ്മുടെ പ്രത്യാശ ഈശോയാണ്. മറ്റൊരു രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. എങ്ങനെ? പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല, ഈശോയാണ് നമ്മുടെ പ്രത്യാശ. അങ്ങനെയെങ്കിൽ ആ വചനം മറ്റൊരു രീതിയിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഈശോ നമ്മെ നിരാശരാക്കില്ല. പിടികിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും പുറകിലിരിക്കുന്നവരൊക്കെ കൈ വെക്കുന്നുണ്ടോ? ഒന്ന് വീശിക്കേ, നീ കാണത്തില്ല. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ കൂട്ടായ്മയെ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ നിങ്ങൾ ഓരോരുത്തരെയും പിടിച്ചു നിർത്തുന്നത് ആ പ്രത്യാശയാണ്. ഈശോയിലുള്ള പ്രത്യാശയല്ല, ഈശോ എന്ന പ്രത്യാശ. സകലരും ഇട്ടേച്ചു പോയാലും, സകലരും തകർന്നു വീണാലും എന്നെ അപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരാൾ ഈശോ. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തൊരു എഴുത്തിൽ ഇങ്ങനെ ഈശോ കൂടെ നിൽക്കുന്ന ഒരു സാന്നിധ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ച് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കണം, ശ്രദ്ധിച്ച് കേൾക്കുക. ബെനഡിക്റ്റ് പാപ്പ ഇങ്ങനെ പറയാണ്, when there is no one to hear me, എന്നെ കേൾക്കാൻ ഒരാളില്ലാത്തപ്പോഴും, when there is no one to look at me, എന്നെ നോക്കാനോ എന്നെ കണ്ടുകൊണ്ടിരിക്കാനോ ഒരാളില്ലാത്തപ്പോഴും, when there is no one to help me, എന്നെ സഹായിക്കാൻ ഒരാളില്ലാത്തപ്പോഴും, when there is no one in whom I can trust, എനിക്കൊന്ന് വിശ്വസിക്കാൻ, എനിക്കൊന്ന് ആശ്രയിക്കാൻ ഒരാളില്ലാത്തപ്പോഴും, still Christ is with me, അപ്പോഴും ക്രിസ്തു എൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നെ സഹായിക്കാൻ ഒരാളില്ലാത്തപ്പോഴും, എനിക്ക് ആശ്രയിക്കാൻ ഒരാളില്ലാത്തപ്പോഴും, എന്നെ നോക്കാൻ ഒരാളില്ലാത്തപ്പോഴും, എന്നെ കേട്ടിരിക്കാൻ ഒരാളില്ലാത്തപ്പോഴും, അപ്പോഴും ഈശോ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇതനുഭവിച്ചിട്ടില്ലേ? ഇതനുഭവിച്ചിട്ടുണ്ടല്ലോ. ഈ സമയങ്ങളൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വലിയൊരു ബോധ്യമായിട്ട് ഉള്ളിൽ നിറയണം. ഈ നിരാശപ്പെടാൻ ഒരു 100 കാരണങ്ങൾ ഇട്ടേച്ച് പോകാൻ, ജീവിതം മടുത്തു, പ്രാർത്ഥന നിർത്താം, ഇനി ഒരു ധ്യാനത്തിന് പോകുന്നില്ല, ഈ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു ഒന്നും കിട്ടുന്നില്ല, ദൈവമേ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന ചെല്ലുന്ന പോലെ ഒരു വേദന തീരും മുമ്പ് അടുത്ത വേദന വന്നു കഴിഞ്ഞിരിക്കുന്നു, ശ്വാസം വിടാൻ പോലും സമയം കിട്ടുന്നില്ല, ഞാൻ മടുത്തു എന്ന് പറയുന്ന സമയത്തും നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ആത്മാവ് പരിശുദ്ധാത്മാവോട് ചേർന്ന് നിന്നൊരു നെടുവീർപ്പോടെ പറയണം, അപ്പോഴും ഈശോ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശയായ ഈശോ. ഞാൻ എവിടെ പോയാലും എന്തിലൂടെ കടന്നു പോയാലും എന്നെ പൊക്കിപ്പിടിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് ഈശോ. 139 സങ്കീർത്തനം എടുക്കാവോ? സങ്കീർത്തനം 139. ഒരു പക്ഷേ നിങ്ങൾ കുറേ പേർക്കെങ്കിലുമൊക്കെ കാണാപ്പാടം അറിയാവുന്നൊരു സങ്കീർത്തന ഭാഗമായിരിക്കും. 139 സങ്കീർത്തനം. എല്ലാം കാണുന്ന ദൈവം. എടുത്തോ, 139 സങ്കീർത്തനം. അവിടെ ഒരു വചനം ഇങ്ങനെ, 5ാമത്തെ വാക്ക് ഇങ്ങനെയാണ്, മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട്. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട്. ഇതിൽ വചനമൊക്കെ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേൾക്കുന്ന വചനങ്ങളെ വിഷ്വലൈസ് ചെയ്ത് വായിക്കണം. വിഷ്വലൈസ് ചെയ്ത് വായിക്കാന്ന് വെച്ചാൽ, ഒരു വചനം ഇങ്ങനെ വായിച്ചു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു വായനയില്ലേ, അതായത് ഈശോ വെള്ളം വീഞ്ഞാക്കുന്നു. ഈശോ വെള്ളം വീഞ്ഞാക്കുന്ന ഒരു എപ്പിസോഡാണ്. ഇതിപ്പോൾ കേട്ട സമയത്ത് തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു പടം തെളിഞ്ഞു വന്നു. കൽഭരണി, മാതാവ്, വീഞ്ഞ്, കല്യാണം, ഈശോ,
ഇതൊക്കെ തെളിഞ്ഞു വന്നു. അതെന്താ കാര്യം? ചെറുപ്പത്തിൽ നമ്മൾ വേദപാഠ ക്ലാസ്സിലൊക്കെ ആദ്യം പരിചയപ്പെട്ട ചില അത്ഭുതങ്ങളിൽ ഒന്ന് ഇതാണ്. ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു എന്ന് അച്ഛൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഓൾറെഡി ആ ചിത്രം വന്നു ഇല്ലേ? കുരിശേ കിടക്കുന്ന ഈശോ എന്ന് വെച്ചാൽ നമ്മൾ വിഷ്വലൈസ് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കും. ഇപ്പം ചെറുപ്പത്തിൽ നമ്മളൊരു കുഞ്ഞ് പുസ്തകം, ഒരു ബാലരമയോ ബാലഭൂമിയോ ഒക്കെ വായിച്ചതുപോലെ അല്ല പറയുന്നത്. അന്ന് ചില കഥകളൊക്കെ കണ്ടു. ആ പടങ്ങൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ ഈ വലിയ ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങളോട് കുട്ടൂസൻ്റെ ഗേൾഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ മടിക്കാതെ പറയും ഡാഗിനി അല്ലേ, അല്ലാതെ പറയും. കാരണം എന്താ? നമ്മൾ ചെറുപ്പത്തിൽ വായിച്ച് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയ ചിത്രങ്ങളൊന്നാണ്. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ബാലരമയായിട്ട് കമ്പയർ ചെയ്യല്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന ഒരു പക്വതയുള്ള ഓഡിയൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും അതുമായിട്ട് കമ്പയർ ചെയ്യല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ആ ഉദാഹരണം ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിൽ ചിത്രങ്ങളില്ല, ഉണ്ടോ? ഇല്ല, ചിത്രങ്ങളില്ല. ഞാനൊരു അടയാളം വെച്ചിട്ടുണ്ട്, ഈശോയുടെ പടം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എഴുത്തുകളാണ് ഇതിനകത്തുള്ളത്. ആ എഴുത്തത് വായിക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്ത് വായിക്കുക. ഈശോ സമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നു. ആ കിണർ നിങ്ങൾ ഇമാജിൻ ചെയ്യണം, ഈശോ അവിടെ ഇരിക്കുന്ന ഇമാജിൻ ചെയ്യണം, ഈ ചേച്ചി അവിടെ ഇരിക്കുന്ന ഇമാജിൻ ചെയ്യണം, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നതെല്ലാം വിഷ്വലൈസ് ചെയ്ത് വായിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് ഒരിക്കലും പോവില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇൻഡിവിജ്വലായി നിങ്ങളിപ്പോൾ പേഴ്സണലി ഒക്കെ വചനം വായിക്കും. ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി വചനങ്ങൾ കേൾക്കും, ഒത്തിരി വചനം വായിക്കും. വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ നിങ്ങൾ വായിക്കുന്ന ഇപ്പോൾ ഒറ്റ വചനം ആയിക്കോട്ടെ, ഒരു ദിവസം ഒരു വചനം നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിലും ആ വചനം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, ഇതെങ്ങനെയായിരിക്കും എന്ന്. ഇപ്പം നമ്മൾ ഈ വായിച്ച വചനം പെട്ടെന്ന് മനസ്സിലാവും. 139:5 മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഇതൊന്ന് വിഷ്വലൈസ് ചെയ്തേ. ഞാൻ ജിൻസച്ചൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ ഈ വചനം പറയാണ്. എന്താണ് വചനം? മുൻപിലും പിൻപിലും എൻ്റെ ഈശോ എനിക്ക് കാവൽ നിൽക്കുന്നു. ഞാൻ എങ്ങനെ വിഷ്വലൈസ് ചെയ്യും? എൻ്റെ മുമ്പിൽ ഈശോ ഉണ്ട്, എൻ്റെ പുറകിലും ഈശോ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയാ കരം വെക്കോ എന്ന് പറഞ്ഞ ഹുക്കാണ്? അല്ല, നമ്മൾ സാധാരണ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ മേൽ കരം വെക്കുന്നത് എങ്ങനെയാണ്? തോളെ. അപ്പം നമുക്കിപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പേടിക്കാതിരിക്കാനോ, എനിക്ക് സങ്കടപ്പെടാതിരിക്കാനോ, എനിക്ക് നിരാശപ്പെടാതിരിക്കാനോ ഏറ്റവും വലിയ കാരണം എന്താണ്? എൻ്റെ പ്രത്യാശ ഈശോ എൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും, പിന്നെ എൻ്റെ തോളയിൽ ഇങ്ങനെ കൈയിട്ട് നിൽക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. തുടക്കത്തിൽ നിങ്ങളോട് പ്രാർത്ഥിപ്പിച്ചതാ, മഹത്വം ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണണം. മഹത്വം ഇറങ്ങി വന്ന് നിങ്ങളുടെ തോളയിൽ ഇങ്ങനെ കൈയിട്ട് നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു ഈശോയെ നിങ്ങൾ ഇവിടെ വെച്ച് അനുഭവിച്ചറിയണം. നിങ്ങളുടെ തോളയിൽ ഒരാൾ പിടിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ കയ്യിലൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, നിങ്ങളോട് ആരെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, നിങ്ങളെ വഴി കാണിക്കാൻ ഒന്ന് മുമ്പിൽ നിന്നിരുന്നെങ്കിൽ, നിങ്ങൾ വീഴാതെ ഒരാൾ നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ താങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചു. ആഗ്രഹമൊക്കെ നിങ്ങൾക്ക് നിരാശയിലേക്ക് കൊണ്ടെത്തിച്ചു. പക്ഷേ പ്രത്യാശയായ ഈശോ നിന്റെ മുൻപിലും പിൻപിലും നിൽക്കുന്നു. നിന്റെ തോളയിൽ കൈയിട്ട് അവിടുത്തെ കരം എപ്പോഴും നിന്റെ മേലുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ മുൻപിലും പിൻപിലും എന്ന് പറയുമ്പോൾ ഈ പിൻപിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നിയതാണ്, ശരിയാണോ എന്നറിയില്ല. ഈശോ എൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ. ഞാൻ മുമ്പിൽ, ഈശോ എൻ്റെ പുറകിൽ ഇങ്ങനെ. ഈ ചിത്രം വെച്ചേക്കുന്ന പോലെ, ഈശോയുടെ ഈ രൂപം വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ. എന്തിനാ അങ്ങനെ വെക്കുന്നത്? എൻ്റെ ഒരു വിശ്വാസമാണ്. അതായത് ഞാൻ വീണ് പോയേക്കാം, ശരിയല്ലേ? ഞാൻ മടുത്തു പോയേക്കാം, ഞാൻ തോറ്റു പോയേക്കാം. ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി എപ്പോൾ വീഴുമെന്ന് തോന്നുന്ന സമയത്ത് എന്നെ പിടിക്കാൻ എളുപ്പം എൻ്റെ പുറകിൽ നിന്ന് പിടിക്കുന്നതാണ്. കേട്ടുന്നുണ്ടോ? ഞാൻ ചിലപ്പോൾ വല്ലാത്തൊരു അപകടത്തിലേക്ക്, വലിയൊരു പാപത്തിലേക്ക് പോകുമായിരിക്കും. എന്നെ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ നല്ലത് മുമ്പിൽ നിൽക്കുന്നതല്ല, പുറകിൽ നിന്ന് തന്നെ ഇങ്ങനെ വട്ടം പിടിക്കുന്നതാണ്. ചെറുക്കാ താഴെപ്പോലെ എന്ന് പറഞ്ഞ് ഈശോ എൻ്റെ പിൻപിൽ നിൽക്കുന്നു. മുൻപിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് പോര് എന്ന് പറയുകയല്ല. ഞാൻ വിഷ്വലൈസ് ചെയ്ത് എങ്ങനെയാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈശോ തരുന്നത് അനുഗ്രഹമാക്കി മാറ്റട്ടെ. എൻ്റെ ഉള്ളിൽ ഇത് വചനം വായിച്ചപ്പോൾ തോന്നിയതാണ്, ഈശോൻ്റെ മുമ്പിൽ നിന്ന് പുറകെ പോര് എന്നല്ല പറയണത്. എൻ്റെ മുമ്പിൽ എൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ മുമ്പിൽ എൻ്റെ നേരെ. അതെന്തിനാണ്? എന്നെ അത്രയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല. ഈശോ അങ്ങോട്ട് തിരിഞ്ഞെന്നാൽ ഞാൻ അങ്ങോട്ട് തിരിയുമെന്ന് വിചാരിച്ചോണ്ടല്ല. അത് നിങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ എൻ്റെ മുമ്പിൽ ഞാൻ വിഷ്വലൈസ് ചെയ്തെങ്ങനെയാണ്? എൻ്റെ മുമ്പിൽ എൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. എന്തിനാണെന്നറിയോ? നമ്മളിപ്പോഴും നടക്കാൻ പഠിക്കുന്നേ ഉള്ളൂ. ജിൻസച്ചൻ ഇപ്പോഴും നടക്കാൻ പഠിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കുഞ്ഞുങ്ങളെ നടക്കാൻ പഠിപ്പിച്ചൊക്കെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ മുമ്പേ നടന്നിട്ട് കമോൺ എന്ന് പറയുകയാണോ ഇത്? അല്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ മുമ്പിൽ തിരിഞ്ഞു നിന്ന് ആ കൊച്ചിൻ്റെ നേരെ ഇങ്ങനെ തിരിഞ്ഞു നിന്നു. വാ എന്ന് പറഞ്ഞു. കൈ പിടിക്കുമല്ല ചെയ്തേ, വാ എന്ന് പറഞ്ഞു. കൊച്ച് കാലെടുത്ത് മുമ്പോട്ട് വെച്ചു. ഒന്ന് വേച്ച് പോകുന്നു തോന്നിയപ്പോൾ നിങ്ങൾ ചാടി പിടിച്ചു. ഇതാണ് ഈശോ ചെയ്യുന്നത്.
നമ്മൾ ചിലപ്പോൾ ഈ വലിയ കടമോ രോഗമോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ കടന്നു നിലവിളിക്കുക, എവിടെ പോയി നിൽക്കുകയാണ് കർത്താവേ, ഈ മൈൻഡ് ചെയ്യാത്ത എന്നെ, അവിടെ പള്ളി കയറാത്തവർ ഒരു കുഴപ്പമില്ല, ഞാൻ എപ്പോഴും പള്ളി വന്ന് നിൽക്കുന്നു, എന്നെ ഒന്ന് തൊടുമെങ്കിലും, എന്നെ ഒന്ന് മൈൻഡ് എന്നെങ്കിലും നോക്കുമെങ്കിലും ചെയ്തൊക്കെ പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുവാണ്, മുമ്പിൽ നിന്ന് നോക്കുകയാണ്. കൈ പിടിച്ചിട്ടില്ല. കൈ പിടിക്കാത്ത എന്താണ്? നിനക്കൊരു കൃപയും കാരുണ്യവും തന്നിട്ടുണ്ട് കാലെടുത്ത് മുമ്പോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ആ കാലെടുത്ത് മുമ്പോട്ട് വെക്കുക. ഇനി നീ വീണ് പോകുവാന്ന് തോന്നുവാണെങ്കിൽ ഈശോ കൃത്യസമയത്ത് കയറി പിടിച്ചോളൂ. അപ്പനോ അമ്മയ്ക്കോ കൂട്ടുകാരികൾക്കോ ആർക്കും പറ്റില്ല ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കയറി പിടിക്കാൻ. നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും മുമ്പോട്ടെടുത്ത് വെക്കുന്നത് നന്നായിട്ട് അറിയാവുന്ന ഈശോ നിങ്ങളുടെ കയ്യെ പിടിച്ചേക്കുമല്ല, നിങ്ങളോട് കാലെടുത്ത് മുമ്പോട്ട് വെക്കാൻ പറയാണ്. നീ ഇറങ്ങ്, ഞാൻ നിന്റെ മുമ്പിലുണ്ട്, നീ വീഴാതെ നിന്നെ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞ് കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്ന് വേച്ചു പോയാൽ, ഒന്ന് തകർന്നു പോകുമെന്ന് തോന്നിയാൽ, ഒന്ന് മടുത്തു പോയി എനിക്ക് പറ്റുന്നില്ലെന്ന് തോന്നി നിങ്ങൾ വീഴാൻ തുടങ്ങിയാൽ ഉടനെ കൈ നീട്ടി മുമ്പിൽ നിന്ന് ഈശോ നിങ്ങളെ പിടിച്ചോളും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞു കഥ പോലെ, ഇത് ഒരു കുഞ്ഞ് എക്സാമ്പിൾ പോലെ തോന്നരുത്. നമ്മളെല്ലാം ഈശോയുടെ മക്കളാണ്. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലോട്ട് ആ സന്തോഷം, ആനന്ദം നിറയണമെന്ന്, ആ പ്രത്യാശ നിറയണമെന്ന് ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുകയാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ കൊച്ചിങ്ങനെ നടക്കാൻ പഠിക്കുന്ന സമയത്ത് കൊച്ചിന് അത്ര കാലെടുത്തൊന്നും വെക്കാൻ പറ്റാത്തപ്പോൾ ഈ അപ്പൻ ഈ അമ്മ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങളെ അപ്പനും അമ്മയും നടക്കാൻ പഠിപ്പിച്ച് എങ്ങനെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ട്. ഒന്ന്, ഇങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെയാണ്. രണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അപ്പനോ അമ്മയോ ഈ കൊച്ചിനെ അവരുടെ കാലയിലോട്ടെടുത്ത് വെക്കും. എന്നിട്ട് ഈ രണ്ട് കയ്യിലും കൂടി ഇങ്ങനെ പിടിക്കും. എന്നിട്ട് അപ്പനോ അമ്മയോ കാലെടുത്ത് മുമ്പോട്ട് വെക്കും. കൊച്ചെവിടെയാണ്? അപ്പൻ്റെ അമ്മയുടെ കാലയിലാണ്. കൈ പിടിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ചില കുഞ്ഞുങ്ങളെ അങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഈ കാലെടുത്ത് വെച്ച് ആരാ നടക്കുന്നത് ശരിക്കും? അപ്പൻ അല്ലെങ്കിൽ അമ്മ. കൊച്ചിൻ്റെ മനസ്സിൽ എന്താണ്? ഞാൻ നടക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില സമയത്തൊക്കെ നിങ്ങൾ തോന്നിയിട്ടില്ലേ, ഏറ്റവും തകർന്നു പോകുന്നു എന്നുള്ള സമയത്ത് പോലും നിങ്ങൾ നേരെ നിന്നു. ശരിയാണോ? ഏറ്റവും ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകുപ്പില്ല എന്ന് പറഞ്ഞ സമയത്ത്, ഏറ്റവും വലിയ പരാജയം നേരിട്ട സമയത്ത്, ഒരു പരീക്ഷ കഴിഞ്ഞ് അടുത്ത പരീക്ഷ പിന്നെയും തോറ്റു നിൽക്കുന്ന സമയത്ത്, മരിച്ചു കളയാമെന്ന് തോന്നിയൊരു സമയത്ത് പോലും നിങ്ങൾ പിടിച്ചു. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ക്രൈസിസ്, ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഇനി ഒരൊറ്റ ദിവസം പോലും മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് കരുതിയ സമയത്തും ഒരു ദിവസം കൂടെ മുമ്പോട്ട് പോയി. അതിനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളല്ല നടന്നത്. നമ്മൾ വിചാരിച്ചു, അയ്യോ കർത്താവേ, ഇതെങ്ങനെ കഴിഞ്ഞു കിട്ടി, ഒരു സ്വപ്നം പോലെ ഈ ദുരന്തത്തെ ഞങ്ങൾ അതിജീവിച്ചു. നമ്മളല്ല നടന്നത്. ആ സമയത്ത് നമുക്ക് നടക്കാൻ പറ്റുകയില്ല എന്ന് തോന്നിയ ആ സമയത്ത് അത്രയും നേരം കൈവിരിച്ച് പിടിച്ച അപ്പൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് കാലയിലോട്ട് നമ്മളെ എടുത്തു വെച്ച് കൈയും പിടിച്ച് അപ്പൻ നടന്നു. ആര്? ഈശോ നടന്നു. പാട്ടുകൾ നമ്മളിങ്ങനെ പാടുന്നുണ്ട്, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് വീശി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്. നമ്മളേറ്റവും തകർന്ന് തരിപ്പണമായി പോകുമെന്ന് തോന്നുന്ന സമയത്തും, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന രാവുകളിലും പകലുകളിലും ഞാൻ മടുത്തു പോകാതെ, ഞാൻ തളർന്നു പോകാതെ, സ്വന്തം കാലയിലോട്ട് എന്നെ എടുത്തു വെച്ച് എന്നെ മുമ്പോട്ട് നയിക്കുന്ന ഒരാൾ എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ കരം എപ്പോഴും എൻ്റെ മേലുണ്ട്. ശക്തിയോടെ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ചാടി എഴുന്നേറ്റ്. നിങ്ങളിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. ഇല്ല, നിങ്ങൾക്ക് എന്നോട് അസൂയ തോന്നും. അച്ഛൻ മാത്രം നിന്ന് സൂഹിക്കുന്നു. അടുത്തിരിക്കുന്നവരൊക്കെ ഒന്ന് ചാടി പിടിച്ചെഴുന്നേപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്ന ഈ വചനമൊക്കെ ഓരോ നിമിഷം, അത് മുമ്പേ ചോദിച്ച പോലെ ബോറടിക്കരുത്, ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. 30 അല്ല 60 അല്ല എത്ര 100 പേര്. ഇതെന്തിനാ ചോദിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിത് പറയുമ്പോൾ കർത്താവ് ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ചോദിക്കുന്നത്. സാമ്രാജ്യങ്ങൾക്ക് മേൽ അധികാരമുള്ള കർത്താവിനോട് 1.5 സെന്റ് ഭൂമിക്ക് വേണ്ടിയല്ല നമ്മൾ ചോദിക്കുന്നത്, 100 മേനിക്ക് വേണ്ടി തന്നെ ചോദിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. മഹത്വം ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാൽ ചില സമയത്ത് നമ്മളിങ്ങനെ ചോദ്യം ചെയ്തു പോകും, എന്തിനാ കർത്താവ് ഇത് അനുവദിച്ച്? എനിക്ക് താങ്ങാൻ പറ്റാത്ത വേദനകളല്ലേ ഇതൊക്കെ? നമ്മളിനി അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഇത്രയും കാലം ഉണ്ടായ സഹനങ്ങളൊക്കെ അതിജീവിക്കാൻ ഈശോ ശക്തി തന്നെങ്കിൽ ഇനിയും അതിജീവിക്കാൻ ശക്തി കർത്താവ് തരും. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് ഇങ്ങനെ കൊരിന്തോസാർക്ക് 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 10-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയും, നമുക്ക് താങ്ങാവുന്ന പ്രലോഭനങ്ങൾ, നമുക്ക് താങ്ങാവുന്ന സഹനങ്ങളൊക്കെ കർത്താവ് നമുക്ക് അനുവദിക്കുകയുള്ളൂ. ഇനി താങ്ങാൻ പറ്റാത്തതാണെന്ന് തോന്നിയാൽ പോലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി കൂടി കർത്താവ് നമുക്ക് തരും. ഈ കടമോ, ഈ രോഗമോ, ഈ വേദനയോ, ഈ ആത്മീയ സംഘർഷങ്ങളോ, ഈ ഇരുട്ടോ,
എനിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായി പോയപ്പാ എന്ന് പറഞ്ഞ് നിങ്ങൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോൾ ഈശോ പറയാണ്, നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ ശക്തി ഞാൻ തരുന്നുണ്ട്. നീ തളർന്നു പോകാൻ തോന്നുകയാണെങ്കിൽ എൻ്റെ കാലയിലോട്ട് എടുത്തു വെച്ച് നിന്റെ കയ്യെ പിടിച്ച് ഞാൻ നിന്നെ മുമ്പോട്ട് നയിച്ചോളാം. ജീവിതത്തിൽ ഒരു എരുതി വന്നാൽ, ഒരു തീപ്പൊള്ളൽ വന്നാൽ, എത്ര സഹനങ്ങൾ സങ്കടങ്ങൾ വന്നാലും നമ്മൾ പ്രത്യാശ നഷ്ടപ്പെടാതെ ദൈവത്തെ ആരാധിക്കും. കാരണം നമ്മുടെ പ്രത്യാശ ആരാണ്? ഈശോയാണ്. ഉറക്കെ പറ, നമ്മുടെ പ്രത്യാശ ആരാണ്? രണ്ട് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് കണ്ണുകളൊന്ന് അടച്ചു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെ, തീപ്പൊള്ളുന്ന അനുഭവങ്ങളെ, ഇരുട്ടുകളെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കണ്ണുനീരുകളെ, വേദനകളെ, കടബാധ്യതകളെ, രോഗങ്ങളെ, പ്രതിസന്ധികളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഞങ്ങൾ തോറ്റു കൊടുക്കുന്നില്ല. കാരണം ഞങ്ങളുടെ കയ്യെ പിടിച്ചേക്കുന്ന അങ്ങാണ്. ഞങ്ങളുടെ ഏക പ്രത്യാശയായ ഈശോയെ ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഈ കൺവെൻഷൻ പന്തലിൽ ഒരു 10 പേര് കേൾക്കാവുന്ന സ്വരത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വലിയ അഭിഷേകത്തോടെ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രത്യാശയുടെ തിരി ആളിക്കത്തണം. പ്രത്യാശയുടെ തിരുനാളം ഒരിക്കലും കെട്ടുപോകരുത്. ഈശോയാണ് നമ്മുടെ പ്രത്യാശ. സത്യേക ദൈവമായ സ്വർഗം തുറന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എന്റെ ഈശോയാണ് എന്റെ പ്രത്യാശ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ഈ സമയം ആരാധിക്കാൻ പോവാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും ശക്തിയോടെ കൂടെ നിൽക്കുന്ന ദൈവത്തിന്, ആ ദൈവത്തിന് നന്ദി പറഞ്ഞോളൂ. കരങ്ങളടിച്ച് ഈശോയെ ശക്തിയോടെ, സന്തോഷത്തോടെ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. കരങ്ങളെ താഴ്ത്തിയടിച്ചേ. കർത്താവേ, എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ എരുതിയിലും, ഏതൊക്കെ വേദനകളിലൂടെ ഞാൻ കടന്നുപോയാൽ അങ്ങനെക്ക് നൽകുന്ന പ്രത്യാശ ഞാൻ നശിപ്പിക്കില്ല. അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല. ഈ വേദനയിൽ, ഈ സങ്കടത്തിൽ ഈശോ എന്റെ കൂടെയുണ്ട്. ശക്തിയോടെ കരങ്ങളടിച്ചേ. ആമേൻ, ആമേൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വിശ്വാസത്തോടെ വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. ശക്തിയോടെ പ്രാർത്ഥിച്ചേ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. കർത്താവേ, തീച്ചൂള മധ്യേ അങ്ങ് ആരാധിച്ച ആ 3 പൈതങ്ങളെ പോലെ, ശദ്രാക്കും മെഷാക്കും അബദ്നെഗോയും ആ തീച്ചൂളയിൽ കിടന്നങ്ങ് ആരാധിച്ചതുപോലെ, അപ്പസ്തോലന്മാർ രാത്രിയിൽ ആരാധിച്ചതുപോലെ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യർ അങ്ങേ ആരാധിച്ചതുപോലെ, സിംഹം വാവിളർന്നപ്പോൾ ദാനിയേൽ അങ്ങേ ആരാധിച്ചതുപോലെ, ഈ പ്രതിസന്ധിയിൽ, ഈ വേദനയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ശക്തിയോടെ ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. ഈ സഹായം കിട്ടാത്ത അവസ്ഥയിൽ ദൈവത്തെ പ്രത്യാശ വയ്ക്കാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച്. ആമേൻ. ഈശോയേ,
ശക്തിയോടെ കരങ്ങളടിച്ചേ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്ന യേശുവത്രേ, നടത്തുന്ന യേശുവത്രേ, നടത്തുന്ന യേശുവത്രേ, നടത്തുന്ന യേശുവത്രേ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു. തുള്ളിച്ചാടി സന്തോഷത്തോടെ എന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. ശക്തി, അങ്ങയുടെ ശക്തി നൽകണമേ, നൽകണമേ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുകോർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ഇരുന്നേ, ശാന്തമായിട്ടിരുന്നേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നൽകുന്ന ഒരു പ്രത്യാശയേക്കാൾ അപ്പുറമായി കർത്താവാകുന്ന പ്രത്യാശ, ഈശോ എന്ന പ്രത്യാശ. പൗലോസ്ലീഹ അത് പറഞ്ഞ വാക്കാണ് നമ്മുടെ പ്രത്യാശയായ ഈശോ മിശിഹ. നമുക്കൊരു വലിയ പ്രത്യാശ ഉള്ളത് ഇതാണ്: മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകത്തിലെ വളരെ സുന്ദരമായ ഒരു അഭിഷേകം നിറഞ്ഞൊരു വചനമാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ പഠിച്ച നല്ലൊരു വചനമാണ്. യെശയ്യാ 49 അതിൻ്റെ 16 വാക്യം. കുഞ്ഞായിരുന്നപ്പോഴൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ധ്യാനങ്ങൾ, ക്രിസ്ത്യൻ ധ്യാനമൊക്കെ കൂടിയ സമയത്ത് നമ്മൾ കേട്ട വചനങ്ങളിലൊന്നാണത്. യെശയ്യാ 49 16 വാക്യം. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേട്ടിട്ടുണ്ടോ വചനം? ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞിലെവിടെയോ ധ്യാനം കൂടിയെന്ന് ഓർക്കുന്നില്ല, ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ എവിടെയോ വെച്ച് ഒരു ബ്രദർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരെ ഇങ്ങനെ ഈ വചനം വിഷ്വലൈസ് ചെയ്യിപ്പിക്കുകയല്ല, ഇത് ആക്ച്വലൈസ് ചെയ്യിപ്പിച്ചു. എന്ന് വെച്ചാൽ ഈ വചനം ചെയ്യാൻ പറഞ്ഞു, ഈ വചനം ചെയ്യാൻ. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കൈ തുറന്നു പിടിക്കാൻ പറഞ്ഞു, ഇടത് കൈ തുറന്നു പിടിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൈ തുറന്നു പിടിച്ചു. വലത് കൈ തുറക്കാൻ പറഞ്ഞു, ചൂണ്ടുവിരൽ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ കൈ ആരുടേതാണ്? എൻ്റെ അല്ല. ഈ കൈ ആരുടേതാണ്? ഈശോയുടെ കൈയാണ്, അല്ലേ? ഈ കൈ ഈശോയുടെ കൈ. ഈ വിരൽ ആരുടെ വിരൽ? ഈശോയുടെ വിരൽ. എന്നിട്ട് എഴുതാൻ പറഞ്ഞു. എന്ത്? ഞങ്ങളുടെ പേര്. ജിൻസ് കൂട്ടൻ അല്ല, ജിൻസ് കൂട്ടനില്ല, ഞാൻ വിളിച്ച ജിൻസ്. നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കും. ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞു, പേരും വചനമൊക്കെ എഴുതാൻ പറഞ്ഞു. ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്യിപ്പിച്ചു, ആക്ച്വലൈസ് ചെയ്യിപ്പിച്ചു. നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ ആരെഴുതിയ? ഈശോ. എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തന്നാ, ബ്രദർ, ഇനി നാളെ പരീക്ഷ തോറ്റുപോയാലും, നിങ്ങൾ കോപ്പി അടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കോപ്പി കടലാസ് കാണാണ്ട് പോയാലും അത് എൻ്റെ ആഡിങ് ആണ്. ഇനി എന്നാ സംഭവിച്ചാലും, നാളെ എന്താ സംഭവിച്ചാലും നമ്മൾ ഭയപ്പെടാതിരിക്കാനുള്ള ഒറ്റ കാരണം എന്താണ്? എൻ്റെ പേര് ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്. ആര്? ഈശോ. ഏത് നോട്ട് പുസ്തകത്തിലാണ്? ആക്രി കൊടുത്ത നോട്ട് പുസ്തകത്തിലല്ല, ഒരിക്കലും പോവാത്ത കയ്യേൽ. ഈശോ, ഈശോയുടെ കയ്യേൽ ആരുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു? എൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചങ്ങ് വലുതായപ്പോൾ എന്ന് വെച്ചാൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ വചനത്തിൻ്റെ മറ്റൊരു അഭിഷേകം എനിക്ക് പിടികിട്ടിയത്. തൊട്ടടുത്ത വാക്കിങ്ങനെയാണ്: നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്.
വലിയൊരു ശക്തി നൽകുന്ന ഒരു വചനമാണ്. ആദ്യത്തെ ഭാഗ്യം നമുക്കിങ്ങനെ മനസ്സിലൊരു കുളിർമ, ഒരു പ്രത്യാശയുടെ തിരുനാളം തരും. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അയ്യോ, എൻ്റെ ഈശോയ്ക്ക് എന്നോട് എന്തൊരു വലിയ സ്നേഹമാണെന്നൊക്കെ ഓർത്ത് നമ്മൾ ഒന്നുകൂടെ എഴുന്നേക്കാൻ ശ്രമിക്കും. എഴുന്നേറ്റ് വരുമ്പോഴത്തേനുമാണ് കാണുന്നത് മുമ്പിൽ നിന്ന് ആ പ്രശ്നം മാറിയിട്ടില്ല. കിട്ടുന്നുണ്ടോ? അതനുഭവിച്ചിട്ടില്ലേ? നിങ്ങളിങ്ങനെ നന്നായിട്ടൊരു ധ്യാനമൊക്കെ കൂടി ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഇതുവരെ ഇല്ലാത്ത വലിയ ബോംബ് വരുന്നത്. എന്നെ രസമായിരിക്കും എന്നറിയോ? എന്ന് വെച്ചാൽ ഇത്രയും ദിവസം ധ്യാനം കൂട്ടിയിട്ട് കർത്താവേ എന്ന് ചോദിച്ചു പോകുന്ന സമയമാണത്. പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്തിരിക്കട്ടോ, ധ്യാനം തീരുമ്പത്തെ നോക്കിക്കോ. യൂഷ്വലി അങ്ങനെ വരാറുണ്ട്. അത് പേടിച്ചിട്ട് ആൾക്കാർ ധ്യാനത്തിന് പോകാണ്ട് ഇരിക്കുന്നുണ്ട്. ധ്യാനത്തിന് പോകാത്തപ്പോൾ കുറച്ചുകൂടെ സമാധാനം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയല്ല, നമ്മൾ ഇത്രയും ദിവസം കേട്ട വചനം, നമ്മളിപ്പോൾ ഒരു കൺവെൻഷൻ പന്തലിൽ നമ്മൾ വലിയ വലിയ ബോധ്യത്തോടെ വിളിച്ചു പറയുന്ന, വിശ്വാസത്തോടെ പറയുന്ന വചനം ഇപ്പം അച്ഛനൊരു 4-5 തവണ നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ നിങ്ങൾ ചങ്ക് പൊട്ടുന്ന പോലെ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ആ 100 മേനി എപ്പോഴാണ് വരുന്നതെന്നറിയോ? ഈ പന്തലിൽ ഇരിക്കുമ്പോഴല്ല. ഈ പന്തലിൽ നിന്നൊക്കെ പതുക്കെ ഇറങ്ങി വീട്ടിൽ ചെല്ലും, അവിടെ ഒരു പടയുണ്ടാവും. നിങ്ങൾ ഇത്രയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. തിരിച്ചു വരുമ്പോഴത്തേക്കും ദാണ്ടേ ദൈവമേ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊരു ലെഗിയോൺ, ഞങ്ങളൊരു വലിയ കൂട്ടായ്മയാണെന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ലാത്ത ടീമുകളെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ആക്രമിക്കും. പല രീതിയിലത് വരും. അപ്പം ആ സമയത്താണ് ഈശോ കൺവെൻഷൻ പന്തലിൽ നിന്ന് അച്ഛൻ ചോദിച്ച പോലെ ഈശോ നിങ്ങളുടെ വീടിൻ്റെ പന്തലിൻ്റെ മുമ്പിൽ നിന്ന് ചോദിക്കും, ഇപ്പോൾ നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അറിയാം നമ്മൾ നല്ല ക്രിസ്ത്യാനിയാണോ അതോ ഏത്തക്ക ബോളി പുഴുങ്ങിയ ക്രിസ്ത്യാനിയാണോ നമുക്ക് അപ്പം അറിയാൻ പറ്റും. ഈ ചോദ്യം വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ആരാധിച്ചു, മുമ്പിലോട്ട് ചെന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല വിശ്വാസമാണ്, എൻ്റെ പേര് ഈശോയുടെ കയ്യേൽ എഴുതി വെച്ചേക്കാണ്, എനിക്ക് പേടിക്കാനില്ല, ഞാൻ ധൈര്യത്തോടെ ഇരിക്കും. പക്ഷേ അടുത്ത വചനം നമുക്കൊരു വലിയ യാഥാർത്ഥ്യം പറഞ്ഞു തരികയാണ്. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. എന്ന് വെച്ചാൽ ഈശോയെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടും എൻ്റെ മുമ്പിലുള്ള കടം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഈ രോഗം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഈ കുടുംബ പ്രശ്നം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഈ ആരോഗ്യ പ്രശ്നം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമുക്കുള്ള പ്രത്യാശ എന്താണെന്നറിയോ? വചനം പറയാണ്, ഇത് നിന്റെ മുമ്പിലുള്ള മതിലാണ്. ശരിയല്ലേ? ഈ രോഗം നിന്റെ മുമ്പിലുള്ള മതിലാണ്. മതിൽ എന്ന് വെച്ചാൽ എന്താ? മുമ്പോട്ട് നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തി ഈ കടമാകുന്ന മതിൽ, ഈ രോഗമാകുന്ന മതിൽ, ഈ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയാകുന്ന മതിൽ, ഈ കുടുംബ പ്രശ്നം എന്ന മതിൽ നിന്റെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയാണ്, മാറിയിട്ടില്ല. നീ പോയി ധ്യാനം കൂടിയത്, നീ പോയി കൺവെൻഷൻ പന്തലിൽ പോയിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച കർത്താവേ ഈ മതിലൊന്ന് ചിതറിച്ച് തരണം, ഇതൊന്ന് ചാടി കടക്കാൻ എന്തെങ്കിലും വഴി തരണം, ഇത്തരത്തിലൂടെ ഒന്ന് കടന്നു പോകാൻ ഒരു സുഷിരം, ഒരു കല്ലെങ്കിലും മാറ്റി തന്ന് എനിക്കൊന്ന് അപ്പുറം കടക്കാൻ നീ എനിക്കൊരു വഴി തുറന്ന് തരണം എന്നാണ് ചങ്ക് പൊട്ടിപ്പോയി പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ കാണുകയാണ് ആ മതിൽ അവിടെ തന്നെ ഉണ്ട്. ആ മതിൽ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ. ആ മതിൽ ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട്, മാറിയിട്ടില്ല. എന്നാ ചെയ്യും? അവിടെ കർത്താവ് ഒരു വലിയ ബോധ്യം തരികയാണ്, ഇത് നിന്റെ മുമ്പിലുള്ള മതിലാണ്. സമ്മതിച്ചു. വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ മതിലുകൾ എൻ്റെ മുമ്പിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഴത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഇത് ഏറ്റെടുക്കുക. ഇത്രയും കാലം നീ കരുതിയത്, ഈ വചനം കേൾക്കുന്നതിന് മുമ്പോ, ഒരു ധ്യാനം കൂടുന്നതിന് മുമ്പോ, ഈശോയിൽ ആശ്രയിക്കുന്നതിന് മുമ്പോ, ഈ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്ന് നീ കരുതിയത് ഇത് എൻ്റെ മുമ്പിലുള്ള മതിലാണ്, ഈ കടം എൻ്റെ മുമ്പിലാണ്, ഈ പ്രശ്നം എൻ്റെ മുമ്പിലാണ്. വചനം നമ്മളോട് പറയുന്നു, കർത്താവ് പറയാണ്, നിന്റെ മതിൽ ശരി, അതിപ്പോ എൻ്റെ മുമ്പിൽ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. 139 സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യോട് ചേർത്ത് വായിക്കണം. അവിടുത്തെ കരം എപ്പോഴും എൻ്റെ മേലുണ്ട്. എന്ന് വെച്ചാൽ അച്ഛൻ ഇവിടെ നിൽക്കുകയാണ്, അച്ഛൻ്റെ മേലേക്ക് ഈശോയുടെ കരം ഇങ്ങനെ വെച്ചു. അങ്ങനെയെങ്കിൽ അച്ഛൻ്റെ മുമ്പിലുള്ള മതിൽ ഇപ്പം ആരുടെ മുമ്പിലാണ്? എൻ്റെയും ഈശോയുടെ മുമ്പിലാണ്. കിട്ടുന്നുണ്ടോ? ഈ കടം ഇപ്പം എൻ്റെ അല്ല, ഈ രോഗം ഇപ്പം എൻ്റെ മുമ്പിലല്ല, ഈ കണ്ണുനീർ യാഥാർത്ഥ്യമാണ്, ഇത് മാറിയിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ എൻ്റെ മുമ്പിലല്ല നിൽക്കുന്നത്, ഞങ്ങളുടെ മുമ്പിൽ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയോ മക്കളോ അല്ല, അവരൊക്കെ പോയി. പക്ഷെ ഇപ്പോഴും എൻ്റെ തോളെ കൈവച്ചുകൊണ്ട് ഒരാൾ എൻ്റെ മുമ്പിൽ നിൽക്കുക, എൻ്റെ കൂടെ നിൽക്കുകയാണ്. നിൻ്റെ മതിൽ ചെറുക്കാ മോളെ എൻ്റെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവം, എൻ്റെ രാജാവ് എൻ്റെ കൂടെ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ആ മതിലുകൾക്ക് മുമ്പിൽ പോയിരുന്ന് മുട്ടുകുത്താതെ, തോറ്റുകൊടുക്കാതെ, അവിടെ നിന്ന് നിലവിളിക്കാതെ ഞാൻ പരാജയപ്പെട്ടു, എനിക്ക് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ലെന്ന് പറയരുത്. നിന്റെ കൂടെ ഇപ്പോൾ ഒരാൾ നിൽക്കുകയാണ്, നിന്റെ ഈശോ. നിന്റെ മതിലുകൾ ഇപ്പോൾ നിന്റെ മുമ്പിൽ മാത്രമല്ല, ആരുടെ മുമ്പിലാണ്? ഈശോയുടെ മുമ്പിൽ. നീ ചവിട്ടി തെറിപ്പിക്കാനോ നീ ഇടിച്ചു തുറക്കാനോ ശ്രമിച്ചാൽ നീ മടുക്കും, നീ തളരും, നീ പിന്നോട്ട് പോകേണ്ടി വരും. ഈശോ മുമ്പിൽ നിൽക്കുകയാണ്. ഈശോ മുമ്പിൽ നിൽക്കണം. ആ മതിലുകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തേക്കുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സങ്കീർത്തനം 18 എടുക്കാവോ? 18-ാമത്തെ സങ്കീർത്തനം നന്നായിട്ട് അറിയാവുന്ന വചനങ്ങളൊന്നായിരിക്കണം അത്. ദാവീദ് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പാടിയ സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. വിജയത്തിൽ കൃതജ്ഞതാഗീതം. അതിൻ്റെ തൊട്ട് താഴെ ആ സങ്കീർത്തനത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നുണ്ട്,
സകല ശത്രുക്കളിൽ നിന്ന് സാവൂളിൻ്റെ കയ്യിൽ നിന്നും കർത്താവ് അവനെ രക്ഷിച്ച ദിവസം അവിടുത്തെ സ്തുതിച്ചു പാടിയ സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. അതിന് 28, 29 വാക്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് വായിക്കുക: കർത്താവേ, അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കോട്ടകൾ, മതിലുകൾ ചാടിക്കടക്കും. കിട്ടുന്നുണ്ടോ? ഈ മതിലിൻ്റെ മുമ്പിൽ ഒരു ഇരുട്ടിലായിരുന്നു നീ. പക്ഷെ ആ മതിലിൻ്റെ മുമ്പിൽ കർത്താവ് നിനക്കൊരു വെളിച്ചം തരികയാണ്. നിന്റെ മുമ്പിൽ ഒരു സൈന്യനിര പോലെ നിനക്കെതിരെ പിശാചോ, മനുഷ്യരോ, ദുരാരോപണങ്ങളോ, മനുഷ്യരുടെ ചിന്തകളോ, നോട്ടങ്ങളോ, അവരുടെ ശാപവാക്കുകളോ, ആഭിചാര പ്രവർത്തനങ്ങളോ, സകലതും നിന്റെ മുമ്പിൽ ഒരു സൈന്യനിര പോലെ നിന്നെ ആക്രമിക്കാൻ വേണ്ടി മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷേ കർത്താവിൽ വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന ഒരാൾ പറയാണ്: എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ, സഹായത്താൽ ഈ സൈന്യനിരയെ ഞാൻ ഭേദിക്കും. എൻ്റെ മുമ്പിലുള്ള ഈ മതിൽ, എൻ്റെ മുമ്പിലുള്ള ഈ തടസ്സം, എൻ്റെ മുമ്പിലുള്ള ഈ കോട്ടവാതിലുകൾ, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ ഈ കോട്ടകൾ ചാടിക്കടക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ ഈ കോട്ടകൾ ചാടിക്കടക്കും. കാരണം തോറ്റു പോകാൻ വേണ്ടിയിട്ടല്ല, ഒരു തുണ്ട് കഷ്ണത്തിൽ, ഒരു കയർ കഷ്ണത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ദൈവവിശ്വാസികളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ മക്കളെ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. പ്രത്യാശ തന്നുകൊണ്ട്, പ്രത്യാശയായി ഈശോ നിന്റെ മതിലുകൾ എൻ്റെ കൺമുമ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞിവിടെ നിൽക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി വരട്ടെ, എന്ത് രോഗങ്ങൾ, പീഡകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം വരട്ടെ, എൻ്റെ കൂടെ ഒരാൾ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, എന്നെ സ്നേഹിച്ചുകൊണ്ട് ഒരാളുള്ളതുകൊണ്ട് ഞാൻ തോറ്റു കൊടുക്കുകയില്ലെന്ന് നല്ല ശക്തിയോടെ നിങ്ങൾ പ്രഖ്യാപിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഈ വിശുദ്ധയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. വിശുദ്ധ ജോസഫൈൻ ബക്കീത്ത 1800-കളിൽ സുഡാൻ എന്ന രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു മിടുക്കിയായ കൊച്ചാണ്. നിങ്ങൾ ഈ ബെനഡിക്റ്റ് പാപ്പയെ കുറിച്ച് അച്ഛൻ മുമ്പേ പറഞ്ഞല്ലോ. ബെനഡിക്റ്റ് പാപ്പ ഇങ്ങനെ വ്യക്തികളെ കുറിച്ചൊക്കെ അധികം പറയുന്നത് വളരെ കുറവാണ്. ഇനി പറയുന്നുണ്ടെങ്കിൽ തന്നെ പഴയ സഭാപിതാക്കന്മാരെ കുറിച്ചൊക്കെയാണ് കൂടുതലും ബെനഡിക്റ്റ് പാപ്പ തൻ്റെ എഴുത്തുകളിലൊക്കെ പറയുക. എന്നാലും ബെനഡിക്റ്റ് പാപ്പ തൻ്റെ 2ാമത്തെ ചാക്രിക ലേഖനം സ്പേ സാൽവി, പ്രത്യാശയിൽ രക്ഷ എന്നുള്ള ചാക്രിക ലേഖനം 2007 എൻ്റെ ഓർമ്മ. ഈ 2007 ഈ സ്പേ സാൽവി, പ്രത്യാശയിൽ രക്ഷ എന്നുള്ള ഈ ചാക്രിക ലേഖനം മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള 2ാമത്തെ ചാക്രിക ലേഖനമാണ്. വളരെ വളരെ സുന്ദരമായ ഒരു എഴുത്താണ്. പാപ്പ ആ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് കുറച്ച് വ്യക്തികളെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഒന്ന്, വിയറ്റ്നാമിൽ കിരാതമായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കാലത്ത് വീട്ടുതടങ്കലിലായി പോയ വലിയ വിശുദ്ധനായ ഒരു ബിഷപ്പുണ്ട്. പിന്നീട് കർദിനാളായിട്ട് ഉയർത്തിയ കർദിനാൾ വാൻ തുവാൻ. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരു വീട്ടുതടങ്കലിൽ ആയിപ്പോയപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പെർമിഷൻ ഇല്ലാത്ത ഒരു സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഈ ബ്രെഡും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം കുർബാന ചൊല്ലിയിരുന്നു എന്നാണ്. പക്ഷേ ഈ ബ്രെഡും വെള്ളവും ഒക്കെ ഉള്ളപ്പോൾ മനസ്സിലിങ്ങനെ ഈശോയെ ഇതങ്ങനെ ശരീരരക്തങ്ങളാക്കി മാറ്റണമെന്ന് ചങ്ക് പൊട്ടി ഈ പിതാവ് പ്രാർത്ഥിച്ച് ബലിയർപ്പിക്കുമ്പോൾ ബലിയർപ്പിക്കാൻ ബലിവസ്തുക്കൾ എടുത്തു വെക്കാൻ ഒരു മേശയില്ല. മേശയ്ക്ക് പകരമായിട്ട് ഈ കർദിനാൾ ഉപയോഗിച്ചത് കൈ ഇങ്ങനെ തുറന്നു പിടിക്കുകയാണ്. ഈ കയ്യിൽ വെള്ളം, ഈ കയ്യിൽ ബ്രെഡ്, ഈ കൈ ഒരു അൾത്താരയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കർദിനാൾ വാൻ തുവാൻ ബലിയർപ്പിച്ചു എന്നാണ് വായിക്കുക. ഈ വാൻ തുവാനെ കുറിച്ചാണ് പ്രത്യാശയുടെ ഒരു സാക്ഷ്യമായിട്ട് ബെനഡിക്റ്റ് പാപ്പ അവതരിപ്പിക്കുക. മറ്റൊരു വ്യക്തി അച്ഛൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോസഫിൻ ബക്കീത്ത എന്ന് പറഞ്ഞൊരു കൊച്ചു പെണ്ണാണ്. 1860-കളിൽ സുഡാനിൽ അന്ന് ഒരു പ്രത്യേക മതവിഭാഗം അവരുടെ അല്പ തീവ്ര സ്വഭാവമുള്ള ചില പ്രക്രിയകൾ തുടർന്നുകൊണ്ടിരുന്ന ഒരു കാലത്ത് മറ്റൊരു മതത്തിലും മറ്റൊരു ദൈവസങ്കല്പത്തിലും വിശ്വസിക്കരുത്, അങ്ങനെ വിശ്വസിക്കുന്നവരെ കൊന്നുകളയുമെന്നുള്ള ചില കിരാതമായ നിയമങ്ങൾ വരുത്തി വെച്ചൊരു സമയത്ത് ഇവളുടെ കുടുംബവും വളരെ വലിയ വേദനകളിലൂടെ കടന്നുപോയൊരു സമയം. ഒന്നാമതേ ദാരിദ്ര്യം പിടിച്ച ഈ സുഡാന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ഞങ്ങൾ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിശ്വാസ സംഹിതയുടെ പുറകെ പോകേണ്ടി വന്ന ഒരു കുടുംബം. ആ വിശ്വാസ സംഹിത, ആ മതസംഹിതയ്ക്ക് അടിമക്കച്ചവടം ഒരു വലിയ വിഷയമല്ലായിരുന്നു. അതുകൊണ്ട് ആ നാട്ടിൽ അവൈലബിൾ ആയിരുന്ന പെൺകുട്ടികളെ ഒന്നുകിൽ ലൈംഗിക അടിമകളായിട്ടോ ഇല്ലെങ്കിൽ മാർക്കറ്റുകളിൽ ജോലി ചെയ്യാനുള്ള അടിമകളായിട്ട്, വീട്ടുവേലയ്ക്കുള്ള അടിമകളായിട്ട് അവിടെയുള്ള സ്ത്രീകളെ, പെൺകുട്ടികളെ ഒരു വിൽപ്പനച്ചരക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചിന്താരീതി ഉണ്ടായിരുന്ന ഒരു വിഭാഗം. അവർക്കതൊരു നിയമത്തിലെ പ്രശ്നമല്ലായിരുന്നു. അവർക്കത് മാനുഷികമായ ചിന്തകളില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. മനുഷ്യൻ സഹിക്കുന്നത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം, ഒരു രാജ്യം, ഇല്ലെങ്കിൽ അന്നത്തെ ഒരു വ്യവസ്ഥിതി, അന്നത്തെ അവരൊരു മത ചിന്ത. അതിൻ്റെ പേരിൽ വിൽപ്പനയ്ക്ക് എത്തിച്ച ഒരുപാട് പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ഈ ജോസഫൈൻ ബക്കീത്തയെക്കുറിച്ച് ഇങ്ങനെയാ വായിക്കുക. ഒരു 9-10 വയസ്സായപ്പോൾ തന്നെ 5 മുതലാളിമാരാൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. 5 വീടുകളിലേക്ക് വിൽക്കപ്പെട്ടു.
5 വീടുകളിലേക്ക് വിൽക്കപ്പെട്ടെന്ന് വെച്ചാൽ വളരെ ക്രൂരമായിട്ട് അവളോട് പെരുമാറിക്കൊണ്ടിരുന്ന ഈ 9-10 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനോട് വളരെ ലൈംഗിക ചൂഷണം നടത്തിക്കൊണ്ടിരുന്ന യജമാനന്മാർ. ഈ ഭർത്താവായ യജമാനൻ ഈ പെങ്കൊച്ചിനെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ ഈ പെങ്കൊച്ചിനോട്, ഈ അടിമയായ പെങ്കൊച്ചിനോട് വളരെ വലുതായ അമർഷമുള്ള യജമാനത്തിമാർ അവളെ കൊണ്ട് വളരെ ക്രൂരമായിട്ട് പണിയെടുപ്പിക്കുന്നു, അടിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു. ജോസഫിൻ ബക്കീത്തയെ ഇറ്റലിയിലെ ഒരു മെർച്ചന്റ്, ഒരു കച്ചവടക്കാരൻ അവസാനമായിട്ട് വാങ്ങുന്ന ഒരു സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക, അവളുടെ ദേഹത്ത് ഏകദേശം 144ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. മുറിവ്, ഉണങ്ങിയ പാടുകൾ, സ്കാർസ്, പാണ്ടുകൾ ഉണ്ടായിരുന്നു. 144 ചിന്തിച്ചു നോക്കി, ഒരു 9-10 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ദേഹത്ത് ഒരു മുറിവ് തന്നെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചങ്കിനകത്ത് നിന്ന് എന്തോ ഒരു വാള് കയറി വരും. 144 മുറിവിന്റെ പാടുകൾ. എന്തോരം വേദനകൾ സഹിച്ചു. അവളുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം നുറുങ്ങിയ രാവുകളും പകലുകളും ഒക്കെ അവൾക്കുണ്ടായി. ഒരു സ്ഥലത്തുനിന്ന് വേദന തീരുമ്പോൾ അവളെ വിൽക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ 5 യജമാനന്മാർ, 5 മുതലാളിമാർ മാറി മാറി ഇവളെ ഒരു അടിമയായിട്ട് ഉപയോഗിച്ചു. ജോസഫൈൻ ബക്കീത്ത എന്ന ഈ കൊച്ചു പെങ്കൊച്ച് അവസാനമായിട്ട് വിൽക്കപ്പെടുന്നത് ഒരു ഇറ്റാലിയൻ മെർച്ചന്റിനാണ്, ഒരു ഇറ്റലിയിലെ ഒരു വ്യവസായിക്ക്. അവിടെ അയാളുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ആ ഒരു റിലീജിയസ് അറ്റ്മോസ്ഫിയർ, പുതിയൊരു മതത്തിന്റെ, അവൾക്ക് വലിയ പരിചയമില്ലാത്ത ഒരു മതത്തിന്റെ അന്തരീക്ഷത്തിൽ അവൾ നിൽക്കുകയാണ്. ക്രൈസ്തവ മതത്തിന്റെ അന്തരീക്ഷത്തിൽ അവള് പുതിയൊരു യജമാനനെ കുറിച്ച് കേൾക്കുകയാണ്. ഇതുവരെ എന്നെ പീഡിപ്പിച്ച യജമാനനല്ല, ഇതുവരെ എന്നെ ഉപദ്രവിച്ച യജമാനനല്ല, എൻ്റെ മേൽ അധികാരമുള്ള മറ്റൊരു ലോഡ്, മറ്റൊരു അധികാരി. അവളുടേതായ ഭാഷയിൽ ഇങ്ങനെ വിളിക്കുക, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പനോർ എന്ന ഒരു വാക്ക്, എനിക്കറിയില്ല ആ വാക്ക് അത്ര ശരിയാണോ എന്ന്. ഈ പി കൂട്ടിയിട്ടൊരു വാക്കാണ്, ഫോർഗോട്ട്, ഐ എം സോറി. അപ്പൊ ഇവളിങ്ങനെ ഈ ഒരു പുതിയൊരു മുതലാളിയെ കുറിച്ച് കേൾക്കണം, പുതിയൊരു അധികാരി, പുതിയൊരു കർത്താവ്, പുതിയൊരു നാഥൻ, പുതിയൊരു ലോഡ്. അവൾ ഈശോയെ കുറിച്ച് കേൾക്കുകയാണ്. എൻ്റെ മേൽ അധികാരമുള്ള ഒരാൾ. അധികാരി എന്ന് കേൾക്കുമ്പോൾ അവളുടെ ചങ്ക് പടയ്ക്കാറേ ഉള്ളൂ, അവൾ പേടിക്കാറുള്ളൂ. കാരണം അധികാരി എപ്പോഴും പീഡിപ്പിക്കുന്ന ഒരാളാണ്, വിഷമിപ്പിക്കുന്ന ഒരാളാണ്, കീറി മുറിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവൾ കേൾക്കുകയാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മേൽ അധികാരമുള്ള മറ്റൊരാൾ, അയാൾ എൻ്റെ അധികാരിയാണ്, ഈശോ. കണ്ടിട്ടില്ല, ഇവിടെയുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ഞാൻ ഇയാളെ കുറിച്ച് കേൾക്കുന്നു. കൂടുതൽ ഈശോയെ കുറിച്ച് അറിയാൻ വേണ്ടി അവൾ കൂടെയുള്ള ആൾക്കാരോട് ചോദിക്കുന്നു. ആ വീടുകൾ, അവൾക്കുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവാനുഗ്രഹത്താൽ ഒരുക്കപ്പെടുന്നു. ഇവൾ ഈശോയെ കുറിച്ച് നന്നായിട്ട് അറിയുന്നു. അങ്ങനെ ഈശോയെ കുറിച്ച് അറിഞ്ഞ് ഒരു ദിവസം സങ്കടം പെയ്തൊഴുകിയ ഒരു രാത്രിയിൽ അവൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഐ ആം സ്റ്റിൽ ലവ്ഡ്. ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു. 144 മുറിവുകളുള്ള ഒരു പെണ്ണ്, മാറി മാറി കച്ചവടം ചെയ്യപ്പെട്ട ഒരു പെങ്കൊച്ച്, ഹൃദയത്തെക്കാളും മനസ്സിനേക്കാളും അധികമായിട്ട് ശരീരം ഒരു പച്ചയിറച്ചി പോലെ കീറി മുറിക്കപ്പെട്ട ഒരു പെങ്കൊച്ച്, പാപം എന്തെന്ന് അറിയത്തില്ലാത്ത എല്ലാ പാപത്തിൻ്റെയും ഇരയായ ഒരു പെങ്കൊച്ച്, ജീവിതത്തിൽ ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു വ്യകയും ഇല്ലാത്തൊരു പെൺകുഞ്ഞ്, അവളൊരു രാത്രിയിൽ ആ ഇരുട്ടത്ത് കടന്ന് പറയാണ്, ഐ എം സ്റ്റിൽ ലവ്ഡ്. ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു. ആരാ എന്നെ സ്നേഹിക്കുന്നത്? എൻ്റെ യഥാർത്ഥ യജമാനൻ, മൈ സിംഗിൾ മാസ്റ്റർ, മൈ ഓൺലി ലോഡ്, എൻ്റെ ഈശോ, എൻ്റെ യഥാർത്ഥ അധികാരി എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഈ മുറിയപ്പെട്ട എന്നെ, ഈ റേപ്പ് ചെയ്യപ്പെട്ട എന്നെ, ഈ വിറ്റുപോയ എന്നെ, ഈ തെറ്റിദ്ധരിച്ച എന്നെ, മാതാപിതാക്കൾ പോലും ഉപേക്ഷിച്ച് കളഞ്ഞ എന്നെ, പ്രിയപ്പെട്ടവരിൽ നിന്ന് അകലെ ആയിരിക്കുന്ന എന്നെ ഇപ്പോഴും ഒരാൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഈശോ എനിക്ക് ജീവിക്കണം. എന്നെ ആരും നോക്കുന്നില്ലേലും, എന്നെ ആരും പരിഗണിക്കുന്നില്ലേലും, എന്നെ ഒരു വിൽപ്പന ചരക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ എല്ലാ നന്മകളും എൻ്റെ ഉള്ളിലുള്ള അവസാനത്തെ ശ്വാസം വരെ ഊറ്റിയെടുക്കാൻ എൻ്റെ ചുറ്റുമുള്ളവർ ശ്രമിക്കുമ്പോഴും ഐ എം സ്റ്റിൽ ലവ്ഡ്. ഈ രാത്രിയിൽ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഈശോ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അവൾ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. അത് അവളുടെ യജമാനത്തിയോട് അവൾ പറഞ്ഞു, എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന, എന്നെ ആരും സ്നേഹിക്കുന്നതിനെക്കാട്ട് കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന ആ രാജാവിനെ, ആ അധികാരിയെ എനിക്ക് എല്ലാ കാലത്തേക്കും സ്നേഹിക്കണം. അങ്ങനെ 1890 അവള് ഇറ്റലിയിലെ കനോസിയൻ സന്യാസ സമൂഹത്തിൽ, അവിടുത്തെ ഒരു സിസ്റ്റേഴ്സിന്റെ കൂട്ടായ്മയാണ്, കോൺഗ്രിഗേഷനാണ് കനോസിയൻ സന്യാസ സമൂഹം, അവരോട് പെർമിഷൻ ചോദിച്ച് ഇവൾ ഈശോയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുന്നതിനെക്കാട്ടും അപ്പുറം ഈശോയെ അവസാനം വരെ സ്നേഹിക്കാൻ വേണ്ടി ഈ കനോസിയൻ സന്യാസ സമൂഹത്തിലെ അംഗമാകാൻ ഒരു കന്യാസ്ത്രീയെ, ഒരു സിസ്റ്ററായിട്ട് അവൾ മാറുകയാണ്. ഒരു വിശുദ്ധയായിട്ട് അവൾ ജീവിക്കാൻ തുടങ്ങി. വലിയൊരു വിശുദ്ധ. പിന്നോട്ട് അവൾ തിരിഞ്ഞു നോക്കിയില്ല. കാരണം അവൾ തീരുമാനിച്ച ഒറ്റ കാര്യം, ഞാൻ ഈശോയെ വഴിവക്കിൽ വെച്ച് കണ്ടുമുട്ടി, ഇനി എനിക്കൊരു കഴിഞ്ഞ കാലമില്ല, എനിക്കിനി മുമ്പോട്ടൊരു കാലം മാത്രമേ ഉള്ളൂ. ഈശോയെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിക്ക് ഇനി ഒരു കഴിഞ്ഞ കാലമില്ല, ഇനി മുമ്പോട്ടൊരു കാലം മാത്രമേ ഉള്ളൂ എന്ന് അവൾ പ്രഖ്യാപിച്ച് നല്ല മിടുക്കിയായ വിശുദ്ധയായ ഒരു കന്യാസ്ത്രീയായിട്ട് ജീവിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947
ഈ ജോസഫൈൻ ബക്കീത്ത എന്ന് പറയുന്ന സിസ്റ്റർ മരണപ്പെടുന്നു. അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇറ്റലിയിലെ ആ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പടരുന്നു. ഒത്തിരി പേര് ജോസഫൈൻ ബക്കീത്തയോട് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയവർ, പ്രവാസത്തിലായിരിക്കുന്നവർ, സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് വന്ന് കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്ന ഒരുപാട് മക്കൾ ജോസഫൈൻ ബക്കീത്തയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവളോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ജോസഫൈൻ ബക്കീത്തയുടെ പേരിൽ ഒരുപാട് അത്ഭുതങ്ങൾ സഭയിൽ രേഖപ്പെടുത്തുകയും 2000 മഹാസഹസ്രാബ്ദ വർഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോസഫൈൻ ബക്കീത്ത എന്ന സിസ്റ്ററിനെ, ആ അടിമ പെങ്കൊച്ചിനെ സഭയിലെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചുയർത്തി. പറഞ്ഞേ ഹല്ലേലൂയാ. റേപ്പ് ചെയ്യപ്പെട്ട 144 മുറിവേൽപ്പിക്കപ്പെട്ട, എല്ലാം തകർന്ന് തരിപ്പണമായി പോകും എന്ന നിമിഷത്തിൽ എല്ലാം തീർന്നുപോയി എന്ന് കരുതിയൊരു സമയത്ത് ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആ പെണ്ണ്, ഇനി അവസാനം വരെ അവനെ സ്നേഹിക്കുമെന്ന് തീരുമാനിച്ച പെണ്ണിനെ സഭയുടെ മകുടമായിട്ട്, സഭയുടെ വലിയൊരു വെളിച്ചമായിട്ട് സഭ ഉയർത്തിപ്പിടിച്ചു. സെയിന്റ് ജോസഫൈൻ ബക്കീത്ത. പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്ന് പ്രവാസത്തിലായിരിക്കുന്നവര്, ഈ ദാരിദ്ര്യ രാജ്യങ്ങളായിരിക്കുന്നവര്, അടിമപ്പെട്ടു പോയവർക്ക്, പ്രത്യേകിച്ച് സുഡാൻ എന്ന രാജ്യത്തിൻ്റെയൊക്കെ മധ്യസ്ഥയായിട്ട് ഇന്ന് ജോസഫൈൻ ബക്കീത്ത ഒരു വെളിച്ചമായിട്ട് നിൽക്കുകയാണ്. 2007 ഞാനതാണ് പറഞ്ഞു തുടങ്ങിയത്. 2007 മാർപ്പാപ്പായതിനു ശേഷമുള്ള ബെനഡിക്റ്റ് പാപ്പായുടെ 2ാമത്തെ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു വ്യക്തിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഒരാൾ ജോസഫൈൻ ബക്കീത്തയാണ്. കാര്യം എന്താണ്? വിശുദ്ധയായത് അത്ഭുതങ്ങൾ ചെയ്തിട്ടല്ല, സുവിശേഷം പ്രഘോഷിച്ചിട്ടല്ല, ഇങ്ങനൊരു മൈക്ക് കെട്ടി അവൾ വചനം പ്രഘോഷിച്ചിട്ടല്ല, ഇങ്ങനെയൊരു കൺവെൻഷൻ പന്തലുകളിൽ വന്നു നിന്നിട്ടല്ല അവൾ വിശുദ്ധയായത്. എൻ്റെ സകല പ്രതീക്ഷയും അസ്തമിച്ച് നിൽക്കുന്ന സമയത്തും എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് അവൾ പ്രഖ്യാപിച്ചു, അവൾ ജീവിച്ചു. അവളെ സഭ വിശുദ്ധയെന്ന് വിളിച്ചു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആയിരക്കണക്കിന് ആൾക്കാരോട് അച്ഛന് പറയാനുള്ളത്, ഉച്ചയ്ക്ക് നമ്മൾ ഈ ഒരു ബ്രേക്കിന് പോകുന്നതിനും പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഇതാണ്: നിങ്ങൾക്ക് വിശുദ്ധരായിട്ട് ഇപ്പോൾ ജീവിക്കാം. അതിനുള്ള കൃപയും കാരുണ്യവും സമാധാനവും ഈശോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരികയാണ്. ഒരുപാട് നന്മ പ്രവർത്തികളെ സഭ നിങ്ങളുടെ പേരിൽ വാഴ്ത്തിപ്പാടില്ലായിരിക്കും. പക്ഷേ പ്രത്യാശയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ പ്രത്യാശ നഷ്ടപ്പെട്ടെടുത്ത് ഒരു തിരിവട്ടമായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ, ലോകം മുഴുവൻ സകലവിധ തിന്മയിലേക്കും പാപത്തിലേക്കും നിരാശയിലേക്കും പോകുമ്പോൾ ഈ സഭയെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ഒരു തീപ്പന്തമായിട്ട് നിൽക്കാൻ വേണ്ടി നിങ്ങളൊരു 5-10 പേര് നിൽക്കാൻ തയ്യാറാണെങ്കിൽ പ്രത്യാശയുടെ തിരിവട്ടം ഈശോ ഒരിക്കലും കെടുത്താതെ ഈ നാട്ടിൽ നിർത്തും. ഒരു 10 പേര് മതി. ഒരു 10 പേര് സകലതും തകർന്നു നിൽക്കുമ്പോഴും നിങ്ങളെ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കണം, ചേട്ടാ ചേച്ചി, ഇത്രയും കടം വന്നിട്ട്, ഇത്രയും രോഗം വന്നിട്ട്, ഇത്രയും സങ്കടങ്ങൾ വന്നിട്ട്, വീട്ടിൽ ഇങ്ങനെ ഒരു മരണം വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പറ്റുന്നേ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് ആരാധിക്കാൻ ഒറ്റ കാര്യമുള്ളൂ: നിങ്ങളുടെ പ്രത്യാശയായ ഈശോ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. മുൻപിലും പിൻപിലും അവൻ കാലവൽ നിൽക്കുന്നു. നിങ്ങളുടെ കാലയിൽ എടുത്തു വെച്ച് കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുന്നു. അവൻ്റെ കരം എപ്പോഴും എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് കടം വന്നാലും, രോഗം വന്നാലും, തിരസ്കാരം വന്നാലും, തിക്താനുഭവങ്ങൾ വന്നാലും, ഒറ്റുകൊടുക്കലുകളോ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങളോ വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എഴുന്നേറ്റ് തന്നെ നിൽക്കും. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കോട്ടകൾ ചാടിക്കിടക്കും. കാരണം എൻ്റെ പേര് എഴുതി സൂക്ഷിച്ച ഒരാൾ, അവൻ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൺമുമ്പിലുള്ള മതിലിന് മുമ്പിൽ നീ തോറ്റു കൊടുക്കരുതെന്ന് പറഞ്ഞ് നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ്, അതൊരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ, ഈ മതിൽ ചിതറി മാറുന്ന ദിവസം വരെയോ അല്ല, യുഗാന്ത്യം വരെ ഞാൻ നിൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ എൻ്റെ മാസ്റ്റർ, എൻ്റെ രാജാവ്, എൻ്റെ അധികാരി എൻ്റെ കൂടെ തന്നെയുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ അവസാനം വരെ ഈശോ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി നിരാശപ്പെട്ടു പോകരുത്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യാശയുടെ ഏറ്റവും വലിയ സുവിശേഷമായ ക്രിസ്തുമസിന് വേണ്ടി അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നാട്ടിൽ ഒരു പ്രത്യാശയുടെ വെട്ടം ആവശ്യമാണ്. ഈ വീട്ടിൽ ഒരു പ്രത്യാശയുടെ തിരി ആവശ്യമാണ്. ആ തിരി, ആ വെട്ടം, ഇറ്റ്സ് യു. നീയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ 2 ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാവോ? കണ്ണുകളൊന്ന് അടച്ചു, കണ്ണുകളൊന്ന് അടയ്ക്കാം. കരങ്ങൾ 2 നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈശോയെ, ഞാനിത് വിശ്വസിക്കുകയാണ്. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ഞാനിത് വിശ്വസിക്കുകയാണ്. അങ്ങൻ്റെ കൂടെയുണ്ട്. ജെറുസലേമിനെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ജെറുസലേമിലേക്ക് കടന്നു വരുന്നവർക്ക് സമാധാനം. കർത്താവേ, കഴിഞ്ഞ മണിക്കൂറിൽ ആ സമാധാനം ഞങ്ങളിലേക്ക് പങ്കുവെച്ച് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം തന്നതിന്, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ പ്രത്യാശയായി അങ്ങ് ഉണ്ടെന്നുള്ളതിന്, അങ്ങ് ഇറങ്ങി നടന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് ആ ബോധ്യം തന്നതിന് നന്ദി പറയുകയാണ്. 130 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ സാന്നിധ്യം, മുൻപിലും പിൻപിലും കാവൽ നിൽക്കുന്ന, തോളിൽ കരം വെച്ച് നടക്കുന്ന ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മതിലുകളെല്ലാം ഇപ്പോഴും ഇവിടെ ഉണ്ട്. എന്നാൽ ആ മതിലുകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഈശോയെ നന്ദി പറയുന്നു.
എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, ഈശോയെ വിശ്വസിക്കാൻ, ഈശോയിൽ പ്രത്യാശ അർപ്പിക്കാൻ, ഈശോയെ സ്നേഹിക്കാൻ, വിശുദ്ധ ജോസഫൈൻ ബക്കീത്തയൊക്കെ സ്നേഹിച്ചതിനേക്കാളപ്പുറം ഈശോയെ അവസാനം വരെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഉറക്കെ വലിയൊരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവ് വലിയൊരു അഭിഷേകത്തോടെ അവിടുത്തെ മഹത്വം ഒട്ടും കുറയാതെ നമ്മളിലേക്ക് ഇറക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ.